എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 8th ക്ലാസ്സിലെ NCERT ഹിന്ദി വസന്ത് എന്ന പുസ്തകത്തിലെ 14th ചാപ്റ്ററാണ്. ഇതൊരു ഗദ്യമാണ്, ഒരു കഥയാണിത്, ഒരു കോമഡി കഥയാണിത്. അക്ബരി ലോട്ട എന്നാണ് ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര്. ഇത് എഴുതിയിരിക്കുന്നത് അന്നപൂർണാനന്ദ വർമ്മയാണ്. ഇതൊരു കാൽപ്പനികമായിട്ടുള്ളൊരു കഥയാണ്. പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു കഥയാണ്. ഇതിൽ സത്യങ്ങളൊന്നുമില്ല, അങ്ങനെ നടന്ന സംഭവമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു തമാശ കഥയാണിത്. പറഞ്ഞാൽ എന്താ പറയണേ, ഏക്ക് ऐसी काल्पनिक कहानी है जिसमें कोई सच्चाई नहीं है. പിന്നെന്താണ്, ഏക്ക് ഹാസ്യപൂർണ്ണ കഹാനി ഹെ. വെറുതെ ഒരു തമാശ രൂപമുള്ള ഒരു കഥയാണിത്. അക്ബരി ലോട്ട. ലോട്ട എന്ന് പറഞ്ഞാൽ മൊന്ത, വെള്ളമൊക്കെ കുടിക്കാൻ എടുക്കണതോ അല്ലെങ്കിൽ വെള്ളം വെക്കണ ഒരു പാത്രം, ഒരു ചെറിയ പാത്രം അത്രേ ഉള്ളൂ. അപ്പോൾ അക്ബറിൻ്റെ ലോട്ട, അക്ബറിൻ്റെ മൊന്ത. അപ്പോൾ നോക്കാം എന്താണ് ചാപ്റ്റർ നോക്കാം. ലാല ഝാവുലാൽ കോ ഖാനെ പീനെ കി കമി നഹി തി. ലാല ഝാവുലാൽ ഒരു ക്യാരക്ടറാണ് ഇതിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഖാനെ പീനെ കി കൊയ് കമി നഹി തി. കഴിക്കാനും കുടിക്കാനും ഒന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കാശി കെ ടട്ടേരി ബജാർ മേ മഖാൻ ത. അപ്പോൾ എവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്? കാശിയിൽ. കാശിയിൽ ടട്ടേരി ബജാർ, ബജാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ബജാർ. അപ്പോൾ ടട്ടേരി ബജാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ആക്ച്വലി ടഠേര എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പിച്ചള അല്ലേ, എന്താണ് കോപ്പറിൻ്റെയൊക്കെ പിന്നെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ടട്ടേര പറയുക. ഇത് ചെറുപ്പത്തിൽ തൊട്ടിട്ടേ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഠാസെ ടമാട്ടർ, ഠാസെ ടട്ടേര, അങ്ങനെയൊക്കെ അതുതന്നെയാണ്. പീത്തൾ ഓർ താമ്പേക്ക ബർത്തൻ ബനാനെ വാല, അങ്ങനത്തെ ഉള്ളവരെയാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു മാർക്കറ്റാവാം, അങ്ങനത്തെ ഉള്ളൊരു താമസിക്കുന്ന ഒരു സ്ഥലമാവാം. അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പറയാം. ടട്ടേരയുടെ അർത്ഥം ഇതാണെന്ന് കേട്ടോ. नीचे की दुकानों से 100 रुपये मासिक के करीब किराയ ഉത്തർ ആത്താത്ത. അപ്പോൾ താഴെ കടകളുണ്ട്, കടകൾ എന്താണ് അതിൻ്റെ അടുത്ത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തിൽ 100 रुपये 100 रुपये ഒരു 100 രൂപ മാസിക്ക് കരീബ് കിരായ, ഒരു മാസം കിരായ പറഞ്ഞ വാടക കിട്ടുമായിരുന്നു. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ കടകളുണ്ട് താഴെ, അതൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാം കൂടിയിട്ട് ഒരു 100 രൂപ ഒരു മാസം വാടക കിട്ടുമായിരുന്നു. അച്ഛ ഖാത്തേത്തെ, നന്നായിട്ട് കഴിക്കുമായിരുന്നു. അച്ഛ പെഹൻത്തേത്തെ, നല്ല വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു. पर 250 रुपये तो एक साथ आँख सेकने के लिए भी न मिलते थे. അപ്പോൾ 250 रुपये എന്ന് പറഞ്ഞാൽ 250 രൂപ. നന്നായിട്ട് കഴിക്കുകയും കുടിക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയൊക്കെ ആണെങ്കിലും 250 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് പറഞ്ഞാൽ 250 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്ക് സേക്കിനേക്ക് ലിയെ ബി ന മിൽത്തെ തെ. പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഒരു കണി കാണാൻ കൂടി കിട്ടില്ലായിരുന്നു, ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കാൻ കൂടിയിട്ട് കിട്ടില്ലായിരുന്നു എന്നാണ് പറയണത്. ഇതിൽ ആങ്ക് സേക്കന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മുഹാവരയാണ് കേട്ടോ, അതൊരു ഇഡിയമാണ്, ലോകോക്തി മുഹാവര എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മൾ നല്ല സാധനങ്ങൾ വെറുതെ കണ്ട് ഇങ്ങനെ ഒരു തൃപ്തി അടയില്ലേ, അതിനെയാണ് ആങ്ക് സേക്കന എന്ന് പറയുക കേട്ടോ. പറഞ്ഞാൽ എന്താണ്, അച്ചി ചീസോക്കോ ദേഖ്തെ രഹന, നല്ല സാധനങ്ങൾ കണ്ടൊരു തൃപ്തി അവരില്ലേ ഇങ്ങനെ, അങ്ങനെ അതിനെ പറഞ്ഞാൽ അച്ചി ചീസോക്കോ ദേഖന, അല്ലാന്നുണ്ടെങ്കിൽ ദേഖ് കർ യാ സുൻകർ അനുഭവ് കർണ എന്നൊക്കെ പറയും അതിന്. അതുപോലെ ആങ്കെ സേക്കന പറഞ്ഞാൽ അതാണ്, ലോകോക്തിയാണ്, അതൊരു ഇഡിയമാണ് കേട്ടോ. പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഇതിൽ പറഞ്ഞ കണി കാണാൻ കൂടി കിട്ടില്ല എന്ന് പറയില്ലേ, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. इसलिए जब उनकी पत्नी ने एक दिन एकाएक 250 रुपये की मांग पेश की, तब उनका जी एक बार जोर से सनसनाया और फिर बैठ गया. അപ്പോൾ ഒരു ദിവസം എന്താണ്, അതുകൊണ്ട് ഉൻകി പത്നി, അവരുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം പെട്ടെന്ന്, എക്കായക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്തു, 250 റുപ്യക്ക് മാങ് പേഷ്കി, 250 രൂപ ചോദിച്ചു. 250 രൂപ അദ്ദേഹത്തിനോട് ചോദിച്ച സമയത്ത് തബ്, അപ്പോൾ എന്തായപ്പോൾ, ഉൻകി ജി ഏക് ബാർ ജോർ സെ സൻസനായ. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, മനസ്സ്, അദ്ദേഹത്തിൻ്റെ മനസ്സ്, ഒരിക്കൽ ഹൃദയം എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ്. ജോർ സെ സൻസനായ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇടുക്കുക എന്ന് പറയില്ലേ, ഭയങ്കരമായിട്ട് ഇളകുക, ഇടിക്കുക, സൻസനായ എന്ന് പറഞ്ഞാൽ അതിനാണ്. 250 രൂപയോ എന്ന് പറഞ്ഞ് കേട്ടിട്ട് അയാളുടെ ഹൃദയം അങ്ങോട്ട് ഇടിക്കാൻ തുടങ്ങി കൂടുതൽ. ഓർ ഫിർ ബാറ്റിക്കുക, പിന്നെ അങ്ങോട്ട് സൈലൻ്റ് ആയിരുന്നു അവിടെ. ഉൻകി യഹ് ദശ ദേക്കർ പത്നീനെ കഹ, അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഭാര്യ പറഞ്ഞു, ഡരിയെ മത്, പേടിക്കൊന്നും വേണ്ട, ആപ്പ് ദേനെ മേ അസമർത്ഥ് ഹോ തോ മേ അപ്നി ഭായി സെ മാംഗലു. നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അസമർത്ഥ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണേ, എൻ്റെ ബ്രദറിനോട് ചോദിച്ചോളാം. മേ അപ്നി ഭായി സെ മാംഗലു, ഞാൻ എൻ്റെ ബ്രദറിനോട് ചോദിച്ചോട്ടെ എന്നാണ് പറയുന്നത്. ലാല ഝാവുലാൽ തിൽമില ഉഠേ,
തിൽമില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യാകുലാവുക, ഭയങ്കര ഡിസ്റ്റർബ് ആവുക, വിവശത എന്നൊക്കെ പറയില്ലേ. ഹിന്ദിയിൽ വ്യാകുൽ ഹോന എന്ന് പറയാം, അല്ലെങ്കിൽ ബേചെയിൻ ഹോന പറയും. ബേചെയിൻ സമാധാനം കെട്ടുപോവുക. അപ്പോൾ അദ്ദേഹം എന്താണ്, ലാലാ ജവഹർലാൽ തിൽമിലൗട്ടെ, ഭയങ്കര പ്രോബ്ലത്തിലായി ആൾ, ഭയങ്കര വിവശത അയാൾക്ക്. എന്താ ഇപ്പോൾ ചെയ്യുക അല്ലേ. ഉനോനെ റോബ് കെ സാത്ത് കഹ, എന്നാലും പറഞ്ഞു, റോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗൗരവത്തിൽ, എന്നാലും കുറച്ച് ഗൗരവത്തിലൊക്കെ പറഞ്ഞു. അജി ഹട്ടോ 250 रुपये के लिए भाई से मीक मांगोगी, മുജ്സെ ലേ ലേന. അപ്പോൾ പറഞ്ഞു, ഏയ് വേണ്ട വേണ്ട, ഹട്ടോ, ഏയ് വേറെ പണിയില്ല എന്നൊക്കെ പറയില്ല അങ്ങനെ. 250 रुपये के लिए भाई से भीख मांगोगी, 250 രൂപയ്ക്ക് നിൻ്റെ ഭായിയോട്, നിൻ്റെ ബ്രദറിനോട് എന്താ യാചിക്കുകയാണോ? ഭീക്ക് മാങ്ങന പറഞ്ഞാൽ ഭിക്ഷ യാചിക്കുക, യാചിക്കാൻ പോകണോ? മുജ്സെ ലേ ലേന, എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചോട്ടോ, ഞാൻ തരാം എന്ന് പറഞ്ഞു. ലേക്കിൻ മുझे ഇസി ജിന്ദഗി മേ ചെയ്യേ. അപ്പോൾ ഭാര്യ എന്താ പറഞ്ഞത്, പക്ഷേ എന്നാൽ എന്താണ്, എനിക്ക് ഇസി ജിന്ദഗി മേ ചെയ്യേ, എനിക്ക് ഈ ജന്മം തന്നെ വേണം എന്നാണ്. ജിന്ദഗി എന്ന് പറഞ്ഞാൽ ലൈഫ്, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, എനിക്ക് ഈ ജന്മം തന്നെ വേണം കേട്ടോ പൈസ എന്ന് പറഞ്ഞു. അജി ഇസി സപ്താഹമേ ലേ ലേന, ശരി, ഈ വീക്കിൽ തന്നെ ഞാൻ തരാം, ഈ ആഴ്ചയുടെ ഉള്ളിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. സപ്താഹ സെ ആപ്ക താത്പര്യ 7 दिन से है या 7 वर्ष से. അപ്പോൾ ഭാര്യ ചോദിച്ചു, ആഴ്ച എന്നുള്ളതിൻ്റെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ആപ്ക താത്പര്യം, നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശം 7 ദിവസമാണോ? 7 दिन से है या 7 वर्ष से, അതോ 7 വർഷമാണോ എന്ന് ചോദിച്ചു. ലാലാ ജവഹർലാലിനെ റോബ് കെ സാത്ത് ഖടെ ഹോത്തെ ഹുയെ കഹ. പിന്നെയും അദ്ദേഹം ഭയങ്കര ഗൗരവത്തിൽ എണീറ്റു നിന്ന് പറഞ്ഞു, ആജ് സെ 7वें दिन മുസ്സെ 250 रुपये ലേ ലേന. ഇന്ന് തുടങ്ങി 7ാമത്തെ ദിവസം, ആജ് സെ ഇന്ന് തുടങ്ങി, 7वें दिन 7ാമത്തെ ദിവസം, മുജ്സെ 250 रुपये ലേ ലേന, എൻ്റെ ഇന്ന് 250 രൂപ നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. ലേക്കിൻ ജബ് 4 दिन ജോൻ ത്യോ മേ യോ ഹി ബീത്ത് ഗയേ. പക്ഷെ എന്താണ്, 4 ദിവസം അങ്ങനെ ഇങ്ങനെയും, ജോൻ ത്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് തന്നെ കഴിഞ്ഞുപോയി, ബീത്ത് ഗയേ കഴിഞ്ഞുപോയി. ഓർ റുപ്യോं का कोई प्रबंध न हो सका. പിന്നെന്താണ്, പൈസയുടെ ഒരു അറേഞ്ച്മെൻറ്റും ആയില്ല, ചെയ്യാൻ സാധിച്ചില്ല. തബ് ഉന്നെ ചിന്ത ഹോനെ ലഗെ. അപ്പോൾ അദ്ദേഹത്തിന് ചിന്ത ഹോനെ ലഗെ, എന്താ ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസ് ആവാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ട പൈസയ്ക്ക് എന്നുള്ളത് ആലോചിക്കാൻ തുടങ്ങി. പ്രശ്ന അപ്നി പ്രതിഷ്ഠ കാഥ. പക്ഷെ എന്താണ് ഇവിടെ, എന്താ ചോദ്യം എന്താണ് ഇവിടെ? അപ്നി പ്രതിഷ്ഠ പറഞ്ഞാൽ അത് അവരവരുടെ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം. പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസ്റ്റീജിയസ് ഇഷ്യൂ, അവരുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പനി ഹി ഘർ മേ അപ്പനി സാഖ് ഖാത്ത, അവരവരുടെ സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം ഒരു ക്രെഡിറ്റ് അല്ലേ അത്, നമ്മൾ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിലും അല്ലേ, അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു ആൾക്ക്. ദേനേക്ക പക്ക വാദ കർക്കെ അഗർ അബ് ദേ ന സക്കേ തോ അപ്നെ മൻ മേ വഹ് ക്യാ സോച്ചേഗി. അപ്പോൾ ദേനേക്ക പക്ക വാദ കർ എന്നുള്ള പക്ക വാദ പ്രോമിസ് ചെയ്തിട്ട്, സത്യം ചെയ്തിട്ട്, പിന്നെ അഗർ അബ് ന ദേ സക്കേ തോ, ഇപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്നെ മൻമേ വഹ് ക്യാ സോച്ചേഗി, അവളുടെ മനസ്സിൽ അവൾ എന്ത് വിചാരിക്കുമാവോ എന്നാണ്. ഉസ്കി നജറോ മേ ഉസ്കാ ക്യാ മൂല്യ രഹ ജായേഗ. അപ്പോൾ അവളുടെ കണ്ണിൽ, അവളുടെ കാഴ്ചയിൽ എൻ്റെ എന്ത് വിലയാണ് ഉണ്ടാവുക എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. അപ്നി വാഹ്വാഹിക്ക് സൈക്കടോ ഗാഥായെ സുനാ ചുക്കേത്തെ. വാഹ്വാഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുകഴ്ത്തുക, പ്രശംസിക്കുക, അക്ലമേഷൻ, ACCLAMATION, അക്ലമേഷൻ, അഭിനന്ദിക്കുക എന്നൊക്കെ പറയാം. ഹിന്ദിയിൽ പ്രശംസ കർണ തന്നെ പറയും. അപ്പോൾ അപ്നി വാഹ്വാഹിക്ക് സൈക്കടോ ഗാഥായെ സുനാ ചുക്കേത്തെ, സ്വന്തം തന്നെയുള്ള പ്രശംസകൾ ഒരുപാട് ഗാഥായ, അതിൻ്റെ നൂറുകണക്കിന്, സൈക്കടോ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ഗാഥായ, കഥകൾ അല്ലെങ്കിൽ പാട്ടുകൾ കേൾപ്പിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം സ്വന്തം കുറേ പ്രശംസിക്കായിരുന്നു. അബ് ജോ एक काम पड़ा तो चारों खाने चित हो रहे. ചാറോ ഖാനെ ചിത്ത് ഹോ രഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇഡിയമാണ് കേട്ടോ, ഒരു മുഹാവരയാണ്. ചാറോ ഖാനെ ചിത്ത് ഹോന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ദയനീയമായി പരാജയം സംഭവിക്കുക, പറഞ്ഞാൽ തോറ്റുപോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞാൽ ബുരി തരസെ ഹാർ ജാന എന്ന് പറയാം, അല്ലെങ്കിൽ ബുരി തരസെ അസഫൽ ഹോന, ബുരി തരസെ ഹാർ ജാന, അല്ലെങ്കിൽ പരാസ്ത് ഹോന എന്നൊക്കെ പറയാം. പറഞ്ഞാൽ ശരിക്കും തോറ്റുപോകല്ല, വളരെ ദയനീയമായി തോറ്റുപോവുക. പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസ് പറയണമെന്നുണ്ടെങ്കിൽ, ന്യൂസിലാൻഡ് കെ ടീം ഭാരത് കെ ടീം സെ ചാറോ ഖാനെ ചിത്ത് ഹോ ഗയേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ന്യൂസിലാൻഡിൻ്റെ ടീം ഭാരതിൻ്റെ ടീമിനെ കൊണ്ട് വളരെ ദയനീയമായി തോറ്റുപോയി എന്നർത്ഥം. അതിൻ്റെ അർത്ഥം ഭാരതത്തിൻ്റെ ടീം ജയിച്ചു എന്നർത്ഥം. അപ്പോൾ
ഇതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ മുഹാവരുടെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അബ് ജോ ഏക് കാം പടാത്തോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിങ്ങനെ എന്നെപ്പറ്റി ഭയങ്കരമായിട്ട് പ്രശംസിച്ചൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കാര്യം വന്ന സമയത്ത് പിന്നെന്താണ് വല്ലാണ്ട് തോറ്റുപോയ പോലെ ആവും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പറഞ്ഞാൽ പൈസ കൊടുക്കാണ്ടിരുന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്ത് കൊടുക്കും വേണം. പെഹ്ലി ബാർ ഉസ്നെ മുഹ് കോൽക്കർ കുച്ച് റുപ്പിയോ കാ സവാൽ കിയാത്ത. എന്താ പറയുന്നത്, അവൾ ആദ്യമായിട്ടാണ് പെഹ്ലി ബാർ ആദ്യമായിട്ടാണ് മുഹ് കോൽക്കർ വായ തുറന്ന് കുച്ച് റുപ്പിയോ കാ സവാൽ കിയാത്ത കുറച്ച് പൈസ ചോദിക്കുന്നത്. ആദ്യമായിട്ടാണ് കുറച്ച് പൈസ എൻ്റെ അടുത്ത് അവൾ ചോദിക്കുന്നത്. इस समय अगर दुम दबाकर निकल भागते हैं तो फिर उसे क्या मुँह दिखलाएंगे. ഇനി ഇത് ദും ദബാക്കർ നിക്കൽ ഭാഗ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഒരു മുഹാവരയാണ് കേട്ടോ, ഒരു ഈഡിയമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഡർക്കർ ചുപ്ചാപ്പ് ഭാഗ്ന പറഞ്ഞാൽ പേടിച്ച് ഓടുക, പേടിച്ച് തിരിഞ്ഞു ഓടുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. പറഞ്ഞാൽ ദുംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്, ദബാക്കർ എന്ന് പറഞ്ഞാൽ ചുരുട്ടി വെച്ച് മടക്കി വെച്ച് എന്നൊക്കെ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വാലും ചുരുട്ടി വെച്ച് ഓടുക എന്ന് പറയില്ലേ, നമ്മൾ ഇതുപോലെ എന്തെങ്കിലും മടിയായിട്ടോ കൊടുക്കാൻ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മടിയായിട്ടൊക്കെ നമ്മൾ ഓടില്ലേ, അതിനെയാണ് ദും ദബാക്കർ നിക്കൽ ജാന. പറഞ്ഞപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് പറയണമെന്നുണ്ടെങ്കിൽ ചോർ പുലീസ് കി ഗാഡി ദേഖ്തേ ഹി ദും ദബാക്കർ ഭാഗ് നിക്കലേ, അല്ലെങ്കിൽ ദും ദബാക്കർ ഭാഗ് ഗയേ എന്ന് പറയാം. അപ്പം ഡർക്കർ ഭാഗ് ജാന, അതാണ് ദും ദബാക്കർ ഭാഗ് ജാന അല്ലെങ്കിൽ ദും ദബാക്കർ നിക്കൽ ജാന എന്നൊക്കെ വെച്ചാൽ. അപ്പോൾ എന്താ പറയണത്, ഈ സമയത്ത് അഗർ ദും ദബാക്കർ നിക്കൽ ഭാഗ്തേ തോ, അങ്ങനെ ഞാൻ ഓടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പൈസ കൊടുക്കാതിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിർ ഉസെ ക്യാ മുँह ദിഖ്ലാएंगे, പിന്നെ ഞാൻ അവൾക്ക് എന്ത് മുഖമോ കാണിക്കുക എന്നാണ് പറയണത്. ഖൈർ ഏക് ദിൻ ഓർ ബീത്ത. അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞുപോയി. 4 ദിവസം ആദ്യം കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം 5ാമത്തെ ദിവസത്തെ വേദിൻ ഘബറാക്കർ ഉन्होंने പണ്ഡിറ്റ് ബിൽവാസി മിശ്രക്കോ അപ്നി വിപത്ത സുനായി. ഈ പാന്ന് കൊത്തിട്ടിട്ടല്ലേ, അത് അതിൻ്റെ അർത്ഥം പണ്ഡിറ്റ് കേട്ടോ. അത് സാധാരണയായിട്ട് ഈ ബ്രാഹ്മൺസിനൊക്കെ പറയണതാണ് അങ്ങനെ പണ്ഡിറ്റ് നോർത്തിൽ. അപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞ് 5ാമത്തെ ദിവസം എന്ത് ചെയ്ത് പാഞ്ച്വേദിൻ 5ാമത്തെ ദിവസം ഘബറാക്കർ കുറച്ച് പരിഭ്രമിച്ചിട്ട് ഉന്നോനെ അദ്ദേഹം എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ ചങ്ങാതി ബിൽവാസി മിശ്രൻ്റെ അടുത്ത് അപ്നി വിപത്ത സുനായി, അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു, അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. വിപത്ത എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം, അവരുടെ പ്രോബ്ലം അപ്പോഴത്തെ എന്താണെന്ന് വെച്ചാൽ അത് സുനായി കേൾപ്പിച്ചു. संयोग कुछ ऐसा बिगड़ा था कि बिलवासी जी भी उस समय बिल्कुल खुख थे. സംയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവസരം, ആ പർട്ടിക്കുലർ ആ ചാൻസ്, ആ അവസ്ഥ, അപ്പോൾ ആ ചാൻസ്, ആ അവസ്ഥ എങ്ങനെയായിരുന്നു, കുച്ച് ഏസാ ബിഗടാത്ത, അത് അങ്ങനെ സ്പോയിലായിപ്പോയി. എങ്ങനെയാണ് ബിഗടന എന്ന് പറഞ്ഞാൽ സ്പോയിലാവുക, എങ്ങനെ എന്തായിരുന്നു അതിൻ്റെ അർത്ഥം, ബിൽവാസി ജി ബി ഉസ് സമയ ബിൽക്കുൽ ഖുക്ക് തേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനടുത്തും പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഖുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിക്ത് എന്ന് പറഞ്ഞാൽ ഖാലി, ഒന്നുമില്ല, ഹോളോ എന്ന് പറയാം, ഖോഖല എന്നൊക്കെ പറയും ഹിന്ദിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തും പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം കാലിയായിരുന്നു ആ സമയത്ത് എന്നാണ് പറയണത്. उन्होंने कहा, അദ്ദേഹം പറഞ്ഞു, मेरे पास है तो नहीं पर मैं कहीं से मांग जांच कर लाने की कोशिश करूँगा. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്തില്ല, मेरे पास है तो नहीं, എൻ്റെ അടുത്തില്ല, പക്ഷേങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, कहीं से मांग जांच कर എവിടെന്നെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് തരാം, ആരെങ്കിലും അടുത്ത് ചോദിച്ച് എങ്ങനെയെങ്കിലും ലാനേക്ക് കോशिश करूँगा, ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. और अगर मिल गया तो कल शाम को തുംസെ മക്കാൻ പർ മില്ലുങ്ക. അഥവാ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഗർ മിൽ ഗയാത്തോ, അഥവാ പൈസ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൽ ഷാംകോ, നാളെ വൈകുന്നേരം നിൻ്റെ വീട്ടിൽ വരാം, കാണാം എന്ന് പറഞ്ഞു. വഹി ഷാം ആജ് തി, ആ പറഞ്ഞ ആ വൈകുന്നേരം ഇന്നായിരുന്നു. ഹഫ് അന്തിം ദിൻ, പിന്നെന്താണ് ആ ആഴ്ചയുടെ അന്തിം ദിൻ, ലാസ്റ്റ് ദിവസമായിരുന്നു അത്. കൽ 250 रुपये യാ തോ ഗിൻ ദേനാ ഹെ യാ സാരി हैंकड़ी से हाथ धोना है. അപ്പം എന്താണ്, നാളെ ഒന്നല്ലെങ്കിലോ 250 रुपये ഗിൻ ദേനാ ഹെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണി കൊടുക്കണം, ഗിൻ ദേനാ ഹെ എണ്ണി കൊടുക്കണം, അല്ലെങ്കിലോ യാ സാരി ഹേക്കടീസെ ഹാത്ത് ധോന ഹെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഈ മുഴുവൻ ഹേക്കടി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗൗരവം, ഒരു അതിനെ ഹിന്ദിയിൽ അക്കടെന്നും പറയാം, ആ ഒരു ഗർവില്ലേ, ഒരു ഗൗരവം ഗർവ്, അതിന്ന് ഹാത്ത് ധോന ഹെ പറഞ്ഞാൽ അത് വിട്ട് കളയണം. ഹാത്ത് ധോന എന്ന് പറഞ്ഞാൽ ഇവിടെ കൈ കഴുകുക എന്നല്ല അതിൻ്റെ അർത്ഥം, അത് വിട്ട് കളയണം. ഒന്നല്ലെങ്കിൽ 250 രൂപ എണ്ണി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിലോ എൻ്റെ ആ ഗൗരവത്തിൽ നിന്നെല്ലാം പുറത്തു വരണം, അതിന് വിട്ട് കളയണം എന്നാണ് ഇവിടെ അർത്ഥം.
यह सच है कि कल रुपया न आने पर उनकी स्त्री उन्हें डामल फांसी न कर देगी. ആ ഇത് സത്യമാണ്. എന്താണ്? യ സച്ച്, ഇത് സത്യമാണ്. കൽ റുപ്പയ ന അനിപ്പർ, നാളെ പൈസ കൊടുക്കാതിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉൻകി സ്ത്രീ, അവരുടെ ഭാര്യ അവരെ ഡാമൽ ഫാസി ന കർദേഗി, അവരെ വല്ല ശിക്ഷിക്കൊന്നുമില്ല. ഡാമൽ ഫാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആജീവനാന്തം ശിക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ, ജീവപര്യന്തം തടവ് ശിക്ഷ എന്നൊക്കെ പറയില്ലേ, അതിനാണ് ആജീവൻ കാരാവാസ് എന്ന് പറയാം ഹിന്ദിയിൽ. ജീവപര്യന്തം ശിക്ഷിക്കൊന്നുമില്ല, ന കർദേഗി. കേവൽ ജറാസ ഹസ് ദേഗി, കുറച്ച് ചിരിക്കും. അതിൻ്റെ അർത്ഥം ഒരു പരിഹാസം, കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള, കുറച്ച് ചിരിക്കായിരിക്കും, പരിഹസിക്കായിരിക്കും, അത്രേ ഉള്ളൂ. പർ വഹ കേസി ഹസി ഹോഗി, പക്ഷെ അത് എങ്ങനെയുള്ള ചിരിയായിരിക്കും, എങ്ങനെ ചിരിക്കുമായിരിക്കും? കൽപ്പന മാത്ര സെ ജാവുലാൽ മേ മറോഡ് പേദാ ഹോ ജാത്തി തി, അത് ആലോചിക്കുമ്പോൾ തന്നെ ജാവുലാലിന് എന്താണ്? മറോഡ് പൈദാ ഹോ ജാത്തി തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു സങ്കോചം, ഒരു കുറച്ചിൽ പോലെ തോന്നാൻ തുടങ്ങി. ആജ് ഷാം കോ പണ്ഡിറ്റ് ബിൽവാസി മിശ്രക്കോ ആനാ ഥ, ഇന്ന് വൈകുന്നേരം പണ്ഡിറ്റ് ബിൽവാസി മിശ്രന് വരണമായിരുന്നു. അപ്പം അദ്ദേഹം ഇന്ന് വരണമായിരുന്നു. യദി ന ആയത്തോ, വന്നില്ല എങ്കിൽ, യാ കഹി റുപ്പേ ക പ്രബന്ധ് വേ ന കർ സക്കെ, അല്ലെങ്കിലോ എന്താണ്? റുപ്പിയോ ക പ്രബന്ധ്, പൈസയുടെ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ത് ചെയ്യും എന്ന് ഓർക്കുമായിരുന്നു. ഇസി ഉദേഡ്ബുൻ മേ പടേ ലാല ജാവുലാൽ ഛത് പർ ടഹൽ രഹേ തെ. ഉധേഡ്ബുൻ എന്ന് വെച്ചാൽ, ഉധേഡന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിക്കുക, ബുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുന്ന കേട്ടോ. പറഞ്ഞാൽ ഉധേഡ്ബുൻ എന്ന് വെച്ചാൽ ബുന്ന തുന്ന, ഉധേഡന അഴിക്കുക, തുന്ന അഴിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു കൺഫ്യൂഷൻ, ആകെ കൂടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു മനസ്സിലാകാത്ത വിധത്തിലുള്ളൊരു അവസ്ഥ. ബുന്ന എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നിറ്റിങ്ങിനാണ് കേട്ടോ പറയുക. അപ്പം ഉധേഡന അഴിക്കുക. അപ്പം ഇസി ഉധേഡ്ബുൻമേ, ഈ അഴിക്കലും തുന്നലും ഉള്ള ഇതിൽ അതിൻ്റെ അർത്ഥം ഒരു കൺഫ്യൂഷൻ, WHIRL വേൾഡ് എന്ന് പറയാം. അതിൽ ജാവുലാൽ അങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ടുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഛത്ത് പർ ടെഹൽ രഹേ തെ, ഛത്ത് പറഞ്ഞ ടെറസിൽ വാക്കിംഗ് ചെയ്യായിരുന്നു, ടെഹൽന വാക്കിംഗ്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒരു കൺഫ്യൂഷനായിട്ടുള്ളൊരു സ്ഥിതിയിൽ ടെറസിൽ അങ്ങ് നടക്കുമായിരുന്നു. കുച്ച് പ്യാസ് മാലൂം ഹുയി, കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നി, ദാഹം തോന്നി. അപ്പോൾ ഉന്നോനെ നൗക്കർക്കോ ആവാസ് ദി, അപ്പോൾ സെർവൻറ്റിന് വിളിച്ചു. നൗക്കർ നഹീത്ത, സെർവൻ്റ് ഇല്ലായിരുന്നു അവിടെ. ഖുദ് ഉൻകി പത്നി പാനി ലേക്കർ ആയി, അവരുടെ ഭാര്യ തന്നെ വെള്ളം കൊണ്ടുവന്നു. വഹ പാനി തോ ജറൂർ ലായി പർ ഗിലാസ് ലാന ഭൂൽ ഗയി തി, അപ്പോൾ വെള്ളം കൊണ്ടുവന്നു, വെള്ളം തീർച്ചയായിട്ടും കൊണ്ടുവന്നു, പക്ഷെ എന്താണ്? ഗ്ലാസ് കൊണ്ടുവരാൻ മറന്നുപോയായിരുന്നു അവൾ. കേവൽ ലോട്ടിമേ പാനി ലിയെ വഹ പ്രകട്ട് ഹുയി, വെറും ഒരു മൊന്തയിൽ വെള്ളം കൊണ്ട് അവൾ അവിടെ വന്നു നിന്നു. फिर लोटा भी संयोग से वह जो अपनी बेटंगी सूरत के कारण लाला ജാവുലാൽ को सदा से नापसंद था. സംയോഗ് സെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ചേർന്ന പോലെ എന്ന് പറയില്ലേ, അത് തന്നെയാണ് പറയണത്. അതുപോലെ തന്നെ ലോട്ടാബി, ആ മൊന്ത, വഹ ജോ അപ്നി ബേഢങ്കി സൂരത് കെ കാരൻ, ബേഢങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷേപ്പില്ലാത്തത്, ഒരു ഢങ്ക് സെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള, ബേഢങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ. ഒരു ഷേപ്പില്ലാത്ത സൂരത്ത് എന്ന് പറഞ്ഞാൽ ഫേസ്, അതിൻ്റെ അർത്ഥം ഒരു ഷേപ്പില്ലാത്ത മൊന്തയുടെ കാരണം ലാല ജാവുലാലിന് സദാസെ നാപസന്ത, ആ മൊന്ത ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു. സദാസെ നാപസന്ത, ഇഷ്ടമല്ലായിരുന്നു. ഥാത്തോ നയ, പുതിയതായിരുന്നു, പക്ഷെ എന്താണ്? സാൽ ദോ സാൽ കാ ഹി ബന, 1 കൊല്ലം 2 കൊല്ലം ആയിട്ടേ ഉണ്ടാവുള്ളൂ വാങ്ങിച്ചിട്ട്. പർ കുച്ച് ഏസി ഘടൻ ഉസ് ലോട്ടെ കി ഥി, പക്ഷേ ഘടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രൂപം, അതിൻ്റെ ബനാവട്ടി എന്ന് പറയാം ഹിന്ദിയിൽ, ബനാവട്ടി, അതിൻ്റെ സ്ട്രക്ചർ ബനാവട്ടി, അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ രൂപം എങ്ങനെയായിരുന്നു വെച്ചാൽ, ഉസ്ക ബാപ്പ് ഡമരു മാ ചിലം രഹി ഹോ. ഡമരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. മീൻസ് എനിക്ക് തോന്നുന്നത് ഈ ഉടുക്കുക എന്നൊക്കെ പറയും, മലയാളത്തിൽ ഉടുക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ഇടയിൽ ഒരു 8ൻ്റെ ഷേപ്പ്, ഒരു 8ൻ്റെ ഷേപ്പായിട്ട് ഇടയിൽ വണ്ണം കുറഞ്ഞിട്ടും 2 സൈഡും വണ്ണം ആയിട്ടുള്ള, ഏകദേശം കേട്ടോ അതുപോലുള്ളത്, അതൊരു ഇൻസ്ട്രുമെൻ്റാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്. ചിലമ്പും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. അത് ഇങ്ങനെ പൈപ്പ് പോലെ നീളത്തിൽ ഇങ്ങനെ പീപ്പി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഊതണത് ഒരു സാധനം കേട്ടോ. അപ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ
ജൗലാൽ പറയണത് എന്താ വെച്ചാൽ ഈ ലോട്ടയുടെ ഷേപ്പ്, ഈ മൊന്തയുടെ ഷേപ്പ് എങ്ങനെയാണ്, അതിൻ്റെ അച്ഛൻ ഡമരുവും അതിൻ്റെ അമ്മ ചിലവും ആണെന്ന് തോന്നും. അതിൻ്റെ അർത്ഥം പിന്നെ ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ഷേപ്പാണെന്ന്. ഡമരു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അത് കുറച്ച് വണ്ണത്തിലും, ചിലം എന്ന് പറഞ്ഞാൽ അതൊരു പൈപ്പിൻ്റെ ഷേപ്പിലും. അപ്പോൾ മൊന്തയുടെ താഴെ കുറച്ച് ഉരുണ്ടിട്ടും പിന്നെ മേലെ കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുമില്ലേ, അപ്പോൾ അതാ പറയണത് ഈ രണ്ട് സാധനങ്ങളും കൂടി ചേർന്ന ഒരു ഷേപ്പാണ് അതിൻ്റെ. അപ്പോൾ ഇത് അച്ഛനും ഡമരു അച്ഛനും ചിലം അമ്മയും പോലെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയണത്. ആ ലോട്ടെ മൊന്തെ പറയണ എന്താണിത്. ലാലാനെ ലോട്ടെ ലേലിയ, എന്തായാലും ശരി ആ മൊന്ത വാങ്ങിച്ചു. ബോലി കുച്ച് ഒന്നും പറഞ്ഞില്ല. അപ്നി പത്നി കാ അദബ് മാൻതേ തേ, അദബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിനയത്തോടെ പൊളൈറ്റായിട്ട് നന്നായിട്ട്. അപ്പോൾ അവരുടെ ഭാര്യയെ നല്ല വിനയത്തോടെ ആയിരുന്നു ഭാര്യയുടെ അടുത്ത് പെരുമാറിയിരുന്നത്. മാന്ന ഹി ചെയ്യേ, അങ്ങനെ തന്നെ ചെയ്യും വേണമല്ലോ എന്നാ പറയണേ. ഇസിക്കോ സഭ്യത കേത്തെ ഹേ, അതിനല്ലേ സഭ്യത എന്ന് പറഞ്ഞാൽ കൾച്ചർ, നല്ല സ്വഭാവം, അതിനല്ലേ നല്ല കൾച്ചർ എന്ന് പറയാം. ജോ പതി അപ്നി പത്നി കാ ന ഹുവാ വഹ് പതി കേസാ. അപ്പോൾ പറയണത് എന്താണ്, ജോ പതി അപ്നി പത്നി കാ ന ഹുവാ, ഏത് ഭർത്താവാണോ അവരുടെ ഭാര്യയുടെ ആകാത്തത്, അതിൻ്റെ അർത്ഥം ഭാര്യയോട് നന്നായി ചേർന്നിരിക്കാത്തത്, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞാൽ കേൾക്കാത്തത്. വഹ് പതി കേസ, അതൊരു ഭർത്താവാണെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നാ പറയണത്. ഫിർ ഉന്നോനെ യഹ് ബി സോച്ചാ കി ലോട്ടെ മേ പാനി ദേ, പിന്നെ അടുത്തത് എന്താണ്, പിന്നെ ഇതും വിചാരിച്ചു, ഇതും ചിന്തിച്ചു, എന്താണ്, മൊന്തയിൽ വെള്ളം തന്നത്. തബ്ബി ഗനിമത്തെ, ഗനിമത്ത് എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അപ്പോഴും ഭാഗ്യം. അഭി അഗർ ചൂ കർ ദേത്താ ഹൂँ तो बाल्टी में भोजन मिलेगा. ചൂക്ക് കർ ദേത്ത, ചൂക്ക് കർ ദേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിണ്ടിയല്ലേ എന്ന് പറയില്ലേ, ഊന്ന് പറഞ്ഞാൽ എന്ന് പറയില്ലേ, അതിനെയാണ് ചൂക്ക് കർ ദേന പറയുക. അപ്പോൾ അപ്പോഴും ഇനിയിപ്പോൾ എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാൾട്ടിമേ ഭോജൻ മില്ലുക. ബാൾട്ടി എന്ന് പറഞ്ഞാൽ ബക്കറ്റ്, ബക്കറ്റിൽ ഭക്ഷണം കിട്ടും ഇനിയിപ്പോൾ. അതുകൊണ്ട് ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത് നല്ലത് എന്നാ പറയണത്. തബ് ക്യാ കർന ബാക്കി രഹ് ജായേഗ, പിന്നെ എന്ത് ബാക്കി ഉണ്ടാവുക ചെയ്യാനുള്ളത് എന്ന് ആലോചിക്കുകയാണ്. ലാല അപ്പന ഗുസ്സ പീക്കർ പാനി പീനെ ലഗ. അപ്പോൾ എന്താ ചെയ്ത്, ഗുസ്സ പീക്കർ, ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം, നാരാജ് എന്ന് പറയാം. അപ്പോൾ ഉള്ളിലൊതുക്കിയിട്ട്, അതിന് കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ദേഷ്യം ഉള്ളിലൊതുക്കിയിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. ഉസ് സമയ വേ ചത് കി മുണ്ടേർ കെ പാസ് ഹി ഖടേ തേ. ഡേർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ചത് കെ ആസ് പാസ് കി ദീവാർ എന്ന് ഹിന്ദിയിൽ പറയും. ചത്ത് കെ ആസ് പാസ് കി ദീവാർ, ചത്തിൻ്റെ അടുത്തുള്ള ചുമര്, ദീവാർ എന്ന് പറഞ്ഞാൽ ചുമര്, വാള്. അതിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ചത്ത് പറയുമ്പോൾ ടെറസ് കേട്ടോ, ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഓപ്പൺ ആയിരിക്കില്ലല്ലോ, അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് തടസ്സം ഒരു ചുമരുണ്ടാവില്ലേ, നമ്മുടെ ഹാഫ് വരെ ഒരു ചുമരുണ്ടാവില്ലേ, നമ്മൾ അതിലിങ്ങനെ പിടിച്ചിട്ടും ചാരിയിട്ടൊക്കെ അല്ലേ നിൽക്കുക. ആ ചുമരിനെയാണ് ചത്ത് കെ ആസ്പാസ് കെ ദീവാർ, അതിനെയാണ് മുണ്ടേർ എന്ന് പറയാം. അപ്പോൾ വേ ഉസ് സമയ വേ ചത്ത് കി മുണ്ടേർ കെ പാസ് ഹി ഖടേ തേ. അപ്പോൾ അവിടെ ആ ടെറസിൻ്റെ ആ വാളിൻ്റെ അവിടെ, ആ ചുമരിൻ്റെ അവിടെ അദ്ദേഹം നിൽക്കുമായിരുന്നു. അപ്പോൾ जिन बुजुर्गों ने पानी पीने के संबंध में यह नियम बनाए थे कि खड़े खड़े पानी न पियो. അപ്പോൾ എന്തൊക്കെയോ ഓർക്കുകയാണ് വെള്ളം കയ്യിൽ വെച്ചിട്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്, ബുജുർഗുണ്ടെങ്കിൽ പ്രായമായിട്ടുള്ളവർ കേട്ടോ, വളരെ വയസ്സായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളുടെ മുമ്പത്തെ തലമുറകൾ. അപ്പോൾ ആ പ്രായമായിട്ടുള്ളവർ പാനി പീനേക്ക, വെള്ളം കുടിക്കാനുള്ള കാര്യത്തിൽ സംബന്ധമേ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നിയം ബനായത്തെ, എന്തൊക്കെയോ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഖടേ ഖടേ പാനീന പിയോ, നിന്നിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല. സോത്തെ സമയ പാനീന പിയോ, ഉറങ്ങുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല. ദൗഡ്നേക്കെ ബാദ് പാനീന പിയോ, ഓടി വന്നതിന് ശേഷം വെള്ളം കുടിക്കാൻ പാടില്ല. उन्होंने पता नहीं अब कभी यह भी नियम बनाया है कि छत की मुंडेर के पास खड़े होकर पानी न पियो. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അവിടെ ഇവിടെ എന്താണ് ഉറങ്ങുമ്പോൾ നിന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ഈ നിയമം ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നല്ല, ഇനിയിപ്പോൾ പിന്നെ ടെറസിൻ്റെ പിന്നെ ദീവാറിൻ്റെ അവിടെ, വാളിൻ്റെ അവിടെ, ചുമരിൻ്റെ അവിടെ നിന്നിട്ടും വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നല്ല എന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങി. जान पड़ता है कि इस महत्वपूर्ण विषय पर उन लोगों ने कुछ नहीं कहा है. തോന്നണത് എന്താ വെച്ചാൽ ജാൻ പെടുത്താഹെ എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നിയിടം കൊണ്ട് എന്താണ് ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ അങ്ങനെയൊന്നും നിയമങ്ങളില്ല എന്നാണ് തോന്നണത് എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. लाला झाऊलाल मुश्किल से 2-1 घूंट पी पाए होंगे कि न जाने कैसे उनका हाथ हिल उठा और लोटा टूट गया. ലാലാ ജവഹർലാൽ മുഷ്കിൽ സെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടിച്ച്, ബുദ്ധിമുട്ടി കഷ്ടിച്ച് 2-1 ഘൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിപ്പ്, SIP സിപ്പ്, 2-1 ഘൂട്ട് 1-2 സിപ്പ് കുടിച്ചുള്ളൂ വെള്ളം.
പിന്നെന്തായി അത് ന ജാനെ എങ്ങനെയോ അറിയില്ല, ന ജാനെ പറഞ്ഞാൽ അറിയില്ല. കേസെ ഉൻക ഹാത്ത് ഹിൽ ഊട്ട അവരുടെ കയ്യിൽ നിന്ന് കൈ ഇളകി, പിന്നെ ലോട്ട ചൂട്ട് ഗയ മൊന്ത കയ്യിൽ നിന്ന് വീണുപോയി, അത് താഴെ വീണുപോയി. ലോട്ടേനെ ദായെ ദേക്ക ന ഭായെ ലോട്ട ദായെ ബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദായ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ്, ബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് കേട്ടാ. അപ്പം അത് ലെഫ്റ്റ് റൈറ്റ് നോക്കാണ്ട് ഇടവും വലവും നോക്കാണ്ടെന്ന് പറയില്ലേ, ഇടവും വലവും നോക്കാണ്ട് ആ മൊന്ത എന്തായി നീച്ചെ ഗലി കി ഓർ ചൽപ്പട താഴെ ആ ഗലി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്, അവിടെ അത് വീണു. ആ മൊന്ത अपने वेग में उल्का को लजाता हुआ वह आंखों से ओझल हो गया. വേഗം എന്ന് പറഞ്ഞാൽ വേഗം എന്താണ് സ്പീഡ്. പിന്നെ ഉൽക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലും ഉൽക്ക എന്നൊക്കെ തന്നെയാണ് പറയുക. മെറ്റിയോർ എന്ന് പറയും, METEOR മെറ്റിയോർ. പറഞ്ഞാൽ ഹിന്ദിയിൽ ടൂട്ട്താ താര എന്നും പറയാം. ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയില്ലേ, ടൂട്ട്താ താര പറഞ്ഞാൽ ഇങ്ങനെ വീഴില്ലേ, ചിലപ്പോൾ എപ്പോഴെങ്കിലും കാണില്ലേ, അത് വേഗത്തിലായിരിക്കില്ലേ. അപ്പോൾ പറഞ്ഞാൽ അതൊരു സെക്കൻഡ് കൂടിയല്ല, അതിൻ്റെ കാട്ടിലും കുറഞ്ഞ സമയത്തിൽ അതിങ്ങനെ ഒരൊറ്റൊരു പോക്ക് പോകണത് കാണില്ലേ നമ്മൾ, അതിനെയാണ് പറയണത്. ഉൽക്കാക്കോ ലജാത്ത ഹുവാ വഹ ആങ്കോ സേ ഓച്ചൽ ഹോ ഗയ. അത് വീഴണ പോലെ അത് ഷൂട്ടിംഗ് സ്റ്റാർ അത് വീഴണ പോലെ, അതിനെ കൂടി നാണം കെടുത്തുന്ന വിധത്തിൽ, ലജാത്ത ഹുവ പറഞ്ഞാൽ അതിനെ കൂടി തോൽപ്പിക്കുന്ന വിധത്തിൽ ആ മൊന്ത കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ വീണുപോയി. അത് എവിടെയോ നഷ്ടപ്പെട്ടു പോയി, അത്രയും വേഗത്തിൽ അത് എവിടെയോ താഴെ വീണുപോയി. അതാണ് അതിൻ്റെ ഉദ്ദേശം. കിസി ജമാനെ മേ न्यूटन नाम के किसी खुराफाती ने पृथ्वी की आकर्षण शक्ति नाम की एक चीज़ ईजाद की थी. ഖുറാഫാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടി എന്ന് പറയില്ലേ, കുസൃതി വികൃതി എന്നൊക്കെ പറയില്ലേ, അത് നോട്ടി മിസ്ചീവിയസ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഖുറാഫാത്തി കേട്ടോ. പിന്നെ ആകർഷണം തന്നെയാണ്. പിന്നെ ഈസാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെൻഷൻ കേട്ടോ. അതിന് ഹിന്ദിയിൽ ഖോജ് എന്നും പറയാം, എന്തെങ്കിലും കണ്ടുപിടിക്കുക അതന്നെ. അപ്പോൾ എന്താ പറയണത് അദ്ദേഹം, കിസി ജമാനമേ ഏതോ ഒരു കാലത്ത്, ന്യൂട്ടൻ നാം കെ കിസി ഖുറാഫാത്തീന് ന്യൂട്ടൻ എന്ന് പേരുള്ള ഒരു വികൃതിയായിട്ടുള്ള ഒരു നോട്ടി ആയിട്ടുള്ള ഒരാൾ പൃഥ്വിക്ക് ആകർഷൺ ശക്തി നാം കി ഏക് ചീസ് കി ഈസാദ് കി തി. പൃഥ്വിയുടെ ഭൂമിയുടെ ആകർഷൺ ശക്തിയുടെ പേരിൽ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യം. कहना ना होगा कि यह सारी शक्ति इस समय लोटे की पक्ष में थी. അപ്പോൾ പറയാൻ പാടില്ല, कहना ना होगा എന്ന് പറഞ്ഞാൽ ഇതൊന്നും പറയാൻ പാടില്ല. ഇപ്പോൾ ആ ശക്തി, ആ ആകർഷണ ശക്തി എന്ന് പറഞ്ഞില്ലേ ആ ന്യൂട്ടൺ കണ്ടുപിടിച്ചത്, ആ മുഴുവൻ ശക്തിയും ഈ സമയത്ത് എന്താണ് ആ മൊന്തയുടെ പിന്നാലെയാണ് പോയിരിക്കണമെന്നാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ആ മൊന്തയുടെ പക്ഷത്തിലാണ്, ആ മൊന്തയുടെ സൈഡിലാണ് ആ സകല ശക്തി എന്നാണ് തോന്നുന്നത് എന്നാണ് പറയണത്. ലാലോക്കോ ബദൻ മേ ഖൂൻ നഹി. എന്താണ് മുറിച്ചാൽ, വെട്ടി മുറിച്ചാൽ എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ ബദൻ പറഞ്ഞാൽ ശരീരത്തിൽ രക്തമേ ഇല്ല, ബ്ലഡ് ഇല്ല. ऐसी चलती हुई गली में ऊंचे तिमंजिले से भरे हुए लोटे का गिरना हंसी खेल नहीं. അപ്പോൾ എന്താ പറയണത്, ऐसी चलती हुई गली में. അങ്ങനെ चलती हुई गली എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഗല്ലി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്, चलती हुई എന്ന് പറഞ്ഞാൽ ആൾക്കാർ നടക്കണത്, ആൾക്കാരോ വാഹനങ്ങളോ ഒക്കെ ഉള്ള സഞ്ചാരമുള്ള ഗല്ലി സ്ട്രീറ്റ്, അവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് ഊഞ്ചി മുകളിൽ നിന്ന് തിമഞ്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീസ്രി മഞ്ചിൽ എന്നുള്ളതിനാണ് ചുരുക്കിയിട്ട് തിമഞ്ചിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അർത്ഥം 3 സ്റ്റോറീഡ്, 3rd ഫ്ലോർ എന്ന്. തിമഞ്ചിൽ എന്ന് പറഞ്ഞാൽ 3 സ്റ്റോറീഡ്, തീസ്രി മഞ്ചിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ആ 3ാമത്തെ നിലയിൽ നിന്ന് ഭരേ ഹുയെ ലോട്ടേക്ക വെള്ളം നിറച്ചിട്ടുള്ള ആ മൊന്ത വീഴുന്നത് ഹസീക്കേൽ നെഹി ഹെ, അത് ചിരിയും കളിയൊന്നും അല്ലാതെ എന്നാ പറയണത്. യഹ് ലോട്ട ന ജാനെ കിസ് അനാധികാരി കെ ഝോപ്പടെ पर കാശിവാസ് का संदेश लेकर पहुँचेगा. ഈ ലോട്ട, ഈ മൊന്ത ന ജാനെ ആർക്കറിയാം, കിസ് അനാധികാരിക്ക്, അനാധികാരി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടമസ്ഥനല്ലാത്തത്, അധികാരി ഉടമസ്ഥൻ, ഓപ്പോസിറ്റ്, അധികാരിയുടെ ഓപ്പോസിറ്റാണ് അനാധികാരി, അനാധികാരി ഉടമസ്ഥനല്ലാത്തത്. അങ്ങനെയുള്ള ഏത് ആളുടെ ജോപ്പട കുടിലിൽ പോയി കാശിവാസ് ക സന്ദേശ് ലേക്കർ പहुँचेക. അങ്ങനെ കാശിവാസ് ക സന്ദേശ് ലേക്കർ പहुँचന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, അവർക്ക് മെസ്സേജ് കൊടുക്കുക എന്നേ ഉള്ളൂ കേട്ടോ. അവർക്ക് എന്തെങ്കിലും സന്ദേശ് പहुँचाना, എന്തെങ്കിലും മെസ്സേജ് ദേന,
देना അങ്ങനെയൊക്കെ ഉള്ളൂ അതിൻ്റെ അർത്ഥം കേട്ടോ. കാശിവാസ് നമ്മൾ പറയില്ലേ ഇനി എല്ലാ പണിയും കഴിഞ്ഞു ലാസ്റ്റ് ഇനി കാശിക്ക് പോവാന്ന് പറയില്ലേ, അതുപോലെ എല്ലാം കഴിഞ്ഞ് അവിടെ വീണ് ഏത് വീട്ടിൽ അതിൻ്റെ ഉടമസ്ഥനല്ലാത്ത ഏത് വീട്ടിൽ പോയിട്ട് അവിടെ എന്ത് സന്ദേശം കൊടുക്കാനാണോ പോയിരിക്കണേ എന്നൊക്കെയാണ് പറയണത്. കുച്ച് ഹുവാ ഭി ऐसे ही അതുപോലെ തന്നെ ആവുകയും ചെയ്തു. ഗലിമേ ജോർ കാ ഹല്ല ഉഠ എന്തായി അതുപോലെ എന്ന് പറയാൻ കാരണം ഗലിമേ ആ സ്ട്രീറ്റിൽ ജോർ കാ പറഞ്ഞാൽ ഭയങ്കര ഒച്ചത്തിൽ ഹല്ല ഉഠ ബഹളമായി. ഹല്ല എന്ന് പറഞ്ഞാൽ ബഹളം കേട്ടു. ലാല ജാവുലാൽ ജബ് തബ് ദौड़कर नीचे उतरे तब तक एक भारी भीड़ उनके आंगन में घुस आई. ലാല ജാവുലാൽ പെട്ടെന്ന് എന്ത് ചെയ്ത് ജബ് തബ് ദौड़कर വേഗം ഓടി നീച്ചെ ഉത്തരെ താഴെ ഇറങ്ങിപ്പോയി. തബ് തക് അപ്പം വരയ്ക്കും ആ താഴെ ഇറങ്ങുമ്പോഴേക്കും തന്നെ എക് ഭാരി ഭീഡ്, ഭാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടുള്ള നല്ല ഭീഡ് പറഞ്ഞാൽ ക്രൗഡ്, നല്ല ക്രൗഡ് തിരക്ക് ഉൻകി ആംഗൻമേ അങ്ങയുടെ വീട്ടിൻ്റെ മുറ്റത്ത്, ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റത്ത്, ഘുസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളിക്കയറി വന്നു, അകത്തേക്ക് തള്ളിക്കയറി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക്. ലാല ജാവുലാൽ ने देखा कि इस भीड़ में प्रधान पात्र एक अंग्रेज है. അപ്പോൾ ലാല ജാവുലാൽ എന്താ കണ്ടത്, ഈ തിരക്കിൽ ഈ തിരക്കിൽ പ്രധാനമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആരാണ്, ഒരു ബ്രിട്ടീഷുകാരനാണ്, ഒരു അംഗ്രേസ്, ഒരു ഇംഗ്ലീഷുകാരനാണ്. ജോ നഖ് സെ ഭീഗാ ഹുവാ ഹൈ. അദ്ദേഹം എന്താണ് നഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴെ വരെ പറഞ്ഞാൽ സിർസെ പാതക് അല്ലെങ്കിൽ സിർസെ പയർ തക് എന്ന് പറയാം. അയാൾ മുകളിൽ തൊട്ട് താഴെ വരെ ഭീഗ ഹുവാഹെ, ഭീഗന എന്ന് പറഞ്ഞാൽ നനഞ്ഞിരിക്കുമായിരുന്നു. और जो अपने एक पैर को हाथ से सहलाता हुआ दूसरे पैर पर नाच रहा है. പിന്നെന്താ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം, ഇംഗ്ലീഷുകാരൻ ഏക് പേർ കോ ഹാത്ത് സെ സെഹലാത്ത ഹുവ, ഒരു കാലിനെ കൈ കൊണ്ട് ഇങ്ങനെ സെഹലാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലോടുക, പാറ്റ് ചെയ്യുക, അങ്ങനെ തലോടില്ലേ, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും വേദനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കില്ലേ അങ്ങനെ. അപ്പോൾ മോള് തൊട്ട് താഴെ വരെ നനഞ്ഞ് ഒരു കൈ കൊണ്ട് ഒരു കാലിനെ മെല്ലെ മെല്ലെ ഇങ്ങനെ തലോടിക്കൊണ്ട് ദൂസരെ പേർ പർ നാച്ച് റഹാത്ത, വേറെ ഒരു കാല് തട്ടിയ കാലിങ്ങനെ പിന്നെ പൊങ്ങിച്ച് അതിൽ കൈ കൊണ്ട് അത് തട്ടി എവിടെ ടച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്യില്ലേ, അതും വേറെ ആ ഒരു കാലിൽ നാച്ച് റഹാഹെ പറഞ്ഞാൽ ആ ഒരു കാലിലാണ് നിൽക്കണത്, അതാ പറയണത്. उसी के पास अपराधी लोटे को भी देखकर लाला जवाहरलाल जी ने फौरन दो जोड़कर स्थिति को समझ लिया. അപ്പം എന്തായി, ഉസിക്ക് പാസ് അപരാധി ലോട്ട, അപരാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുകാരൻ അല്ലേ, അപ്പോൾ ഇവിടെ തെറ്റുകാരനാരാണ്, ലോട്ട. അപ്പോൾ ഉസിക്ക് പാസ് ആ ഇംഗ്ലീഷുകാരൻ്റെ അടുത്ത് അപരാധി ലോട്ട, ആ തെറ്റുകാരായിട്ടുള്ള ലോട്ട ആ മൊന്ത കണ്ടു. ദേക്കർ ആ കണ്ടിട്ട് ലാലാജി എന്താ ചെയ്തത്, ലാല ജവാഹർലാലിനെ ഫോറൻ വേഗം പെട്ടെന്ന് ദോ ജോഡ്കർ സ്ഥിതി കോ സംജാ ദിയ, രണ്ടും കൂട്ടി സ്ഥിതി കോ സമജ് ലിയ, കണ്ടീഷൻ അപ്പോഴത്തെ ആ സ്ഥിതിയെ മനസ്സിലാക്കി എന്നാണ് പറയണത്. കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മോന്ത വീഴലും അത് താഴത്ത് ബഹളം വരലും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് കണ്ട ഈ ബ്രിട്ടീഷുകാരൻ്റെ ഇത് കണ്ടത് എല്ലാം കൂടിയിട്ട് പിന്നെ ജോഡ്കർ കൂട്ടിച്ചേർത്തിയിട്ട് എന്താണ് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലാക്കാനാണ് പറയണത്. गिरने के पूर्व लोटा एक दुकान के साइबान से टकराया. അത് വീഴണതിൻ്റെ മുമ്പ്, ഗിർനയ്ക്ക് പൂർവ്വ വീണതിന് മുമ്പ് എന്തായി, അത് ഒരു ഷോപ്പിൻ്റെ സായിബാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെൻറ്റ് ഹൗസ് എന്നൊക്കെ പറയില്ലേ, ഏറ്റവും മുകളിലുള്ളത്, മുകളിൽ സ്റ്റോറിയിൽ ഉള്ളത് പറഞ്ഞാൽ അതിനിങ്ങനെയും പറയാം, കമറയ്ക്ക് ആകെ ബനാനെ വാലെ ടിൻക ചജ്ജ എന്നൊക്കെ പറയാം. പറഞ്ഞാൽ നമ്മൾ റൂമുണ്ടാവും, റൂമിൻ്റെ വെളിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഷീറ്റൊക്കെ ഇറക്കിയിട്ട് കുറച്ച് സ്ഥലം ഉണ്ടാവില്ല ഇങ്ങനെ, അതിനെ അവിടെ തട്ടി. അപ്പോൾ വീണതിന് മുമ്പ് ആ ഷോപ്പിൻ്റെ ആ ഷീറ്റിൻ്റെ അവിടെ തട്ടി, ടക്കറായ പറഞ്ഞാൽ തട്ടി. वहाँ टकराकर उस दुकान पर खड़े उस अंग्रेज़ को उसने संगोपांग स्नान कराया और फिर उसी के बूट पर आ गिरा. സംഗോബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ അംഗങ്ങളും, സഭി അംഗ്, സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും, പൂരി തെരസ എന്ന് പറയാം, മുഴുവനായിട്ടും, ഭൂരി തെരസ എന്നല്ല പൂരി തെരസ കേട്ടോ. അങ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ പാർട്ട് അല്ലേ, അപ്പോൾ സംഗോബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഭി അംഗ്, മുഴുവൻ അംഗങ്ങളും. അപ്പോൾ എന്തായത് വഹാ ടക്രാക്കർ അവിടെ തട്ടിയിട്ട് ഉസ് ദുക്കാൻ പർ ഖഡേ ഉസ് അംഗ്രേസ് കോ ആ ഷോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഇംഗ്ലീഷുകാരൻ്റെ സംഗോബാങ്ക് ഉസ്നെ അയാളുടെ മുഴുവനായിട്ടും അയാളെ സ്നാൻ കറായ കുളിപ്പിച്ചു. എന്നിട്ട് എന്താണ്, ഓർ ഫിർ ഉസി കെ ബൂട്ട് പർ ആഗിര അദ്ദേഹത്തിൻ്റെ ബൂട്ടിൽ തന്നെ വന്ന് വീണു എന്നാണ് പറയണത്.
उस अंग्रेज़ को जब मालूम हुआ कि लाला झाऊलाल ही उस लोटे के मालिक है तब उसने केवल एक काम किया. ആ ബ്രിട്ടീഷുകാരന് അറിഞ്ഞു എന്ത് ജബ് മാലൂം ഹുവ അറിഞ്ഞപ്പോൾ കി എന്ത് ലാല തന്നെയാണ് ആ ലോട്ടയുടെ ആ മൊന്തയുടെ മാലിക് ഉടമസ്ഥൻ എന്ന് അറിഞ്ഞപ്പോൾ തബ് ഉസ്നെ കേവൽ ഏക് കാം കിയ അപ്പോൾ അദ്ദേഹം കേവലം ഒരു പണിയാണ് ചെയ്തത്. എന്താ ചെയ്തത്? अपने मुँह को खोलकर खुला छोड़ दिया. അപ്പോൾ വായിനെ अपने मुँह को വായിനെ खोलकर ഓപ്പൺ ചെയ്തിട്ട് തുറന്നിട്ട് പിന്നെ കുല ചോദിയ വിടില്ലേ, നമ്മൾ ശ്വാസം വിടില്ലേ, അങ്ങനെ വായ തുറന്ന് ശ്വാസം വിട്ടു എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ നോക്കാം. ലാല झाऊलाल को आज ही यह मालूम हुआ कि अंग्रेज़ी भाषा में गालियों का ऐसा प्रकांड कोश है. ഗാലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറികൾ കേട്ടോ, ഗാലിയ തെറികൾ. പ്രകാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പിസോഡ് എന്നൊക്കെ പറയില്ലേ അത്. കോഷ് എന്ന് പറഞ്ഞാൽ വളരെ ബൾക്കായിട്ട് കുറേ കൂടുതൽ അങ്ങനെ. അപ്പോൾ എന്താ പറയുന്നത്, ലാല झाऊलाലിന് ആജ് ഹി യഹ് മാലൂം ഹുവ ഇന്നാണ് ഇതറിഞ്ഞത്. എന്തറിഞ്ഞത്? കി എന്താ വെച്ചാൽ അംഗ്രേസി ഭാഷാമേ ഇംഗ്ലീഷ് ഭാഷയിൽ ഗാലിയോം കാ ऐसा പ്രകാണ്ട് കോഷ് ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറികളുടെ ഇത്രയും വലിയ കൂമ്പാരം. പ്രകാണ്ട് കോഷ് എന്ന് പറഞ്ഞാൽ വലിയ കൂമ്പാരം ഉണ്ടോ, ഇത്രയും തെറികളുണ്ടോ ഇംഗ്ലീഷിലെന്ന് അന്നാണ് മനസ്സിലായത്. അദ്ദേഹം വിചാരിച്ചത് ഇംഗ്ലീഷ് ഭാഷയിൽ തെറികളൊന്നുമില്ല എന്നാണ്. അപ്പോൾ വായ തുറന്ന് ശ്വാസം വിട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കുറേ എന്തൊക്കെയോ തെറികൾ പറഞ്ഞു. इसी समय पंडित बिलवासी मिश्र भीड़ को चीरते हुए आंगन में आते दिखाई पड़े. അതേ സമയത്ത് എന്താ സംഭവിച്ചത്? ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ബിൽവാസി മിശ്ര ക്രൗഡിനെ ചീർത്തേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൈ കൊണ്ടൊക്കെ ചകഞ്ഞ് മാറ്റി എല്ലാവരും മാറ്റി വരില്ലേ നമ്മൾ, അങ്ങനെ മാറ്റി ആംഗൻമേ ആത്തെ ദിഖായി പടേ, ആ മുറ്റത്ത് വരുന്നത് കണ്ടു. उन्होंने आते ही पहला काम यह किया कि उस अंग्रेज़ को छोड़कर और जितने आदमी आंगन में घुस आए थे ഉനോനെ ആത്തെ ഹി അദ്ദേഹം വന്നതും എന്താ ചെയ്തത്? പെഹ്ലാ കാം യഹ് കിയ ആദ്യത്തെ പണി ഇതാ ചെയ്തത്. എന്താ വെച്ചാൽ ഉസ് അംഗ്രേസ് കോ ചോടിക്കെ ആ ഇംഗ്ലീഷുകാരനെ മാത്രം വിട്ടിട്ട് ഓർ ജിത്തനെ ആദ്മി ആംഗൻ മേ ഘുസ് ഗയേ തേ അത് കൂടാതെ എത്രത്തോളം ആൾക്കാർ ആ മുറ്റത്ത് തള്ളിക്കയറി വന്നിട്ടുണ്ടായിരുന്നു. സബ്കോ ബഹർ നിക്കാൽ ദിയേ എല്ലാവരെയും വെളിയിലേക്ക് പറഞ്ഞിട്ടു. ഫിർ ആംഗൻ മേ കുർസി റക്കർ ഉനോനെ സാഹബ് സെ കഹ പിന്നെ ആ മുറ്റത്ത് ഒരു ചെയറൊക്കെ ഇട്ടിട്ട് ആ സാഹബ് എന്ന് പറയുന്നത് ആരാണ്? ഈ ഇംഗ്ലീഷുകാരനെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. ആപ്കെ पैर में शायद कुछ चोट आ गई है. നിങ്ങളുടെ കാലിൽ ഷായദ് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ കാലിൽ എന്തോ മുറിവ് വന്നിട്ടുണ്ടോന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു. ചോട്ട് എന്ന് പറഞ്ഞാൽ മുറിവ്. അപ്പോൾ आप आराम से कुर्सी पर बैठ നിങ്ങളിനി ഈ ചെയറിൽ ഇരിക്കൂ. ആരാംസെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി വിശ്രമിച്ചുകൊണ്ട് ഈ ചെയറിൽ ഇരിക്കും. സാഹബ് ബിൽവാസി ജി കോ ധന്യവാദ് ദേത്തെ ഹുയെ ബാറ്റ് ഗയെ അപ്പോൾ ഈ ഇംഗ്ലീഷുകാരൻ എന്താണ് ഈ ബിൽവാസിക്ക് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ധന്യവാദ് ദേത്തെ ഹുയെ ബാറ്റ് ഗയെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ആ ചെയറിൽ ഇരുന്നു. ഓർ ലാല झाऊलाल की ओर ഇഷാര കർക്കെ ബോലെ എന്നിട്ട് എന്ത് പറഞ്ഞേ? ആ ലാല झाऊलाल അവിടെ നിൽക്കുന്നുണ്ട്, അങ്ങേരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇഷാര കർണ പറഞ്ഞാൽ അങ്ങേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഇസ് ഷഖ്സ് കോ ജാനത്തെ ഹേ നിങ്ങൾ ഷഖ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ, ഇയാൾ, പേഴ്സൺ എന്ന് പറയാം. ഇതിനറിയോ നിങ്ങൾക്ക് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബിൽക്കുൽ നഹി, ഇല്ലില്ല എനിക്കറിയില്ല. ഓർ മേ ऐसे आदमी को जानना भी नहीं चाहता जो निरीह राह चलतों पर लौटे के वार करे. അപ്പോൾ ഇംഗ്ലീഷുകാരൻ ഇദ്ദേഹം എന്താ പറഞ്ഞത്? ബിൽക്കുൽ നഹി ഞാൻ അറിയില്ല. ഓർ ऐसे आदमी को जानना भी नहीं चाहता ഇതുപോലുള്ള മനുഷ്യനെ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുമില്ല. ജോ എന്താണ്? നിരീഹ് രാഹ ചലത്തോം പർ ലോട്ടയ്ക്ക് വാർ കരേ അപ്പോൾ വഴി നടക്കുന്നവരുടെ അടുത്ത് വഴിയിൽ നടക്കുന്നവരെ ആ മൊന്ത കൊണ്ടുള്ള യുദ്ധം, വാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർ യുദ്ധം ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് അറിയേണ്ട അറിയാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. നിരീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നൊസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ, റാഹ് എന്ന് പറഞ്ഞാൽ വഴി. അപ്പോൾ പറഞ്ഞാൽ ഇന്നൊസെൻ്റ് ആയിട്ട് ഉള്ള പിന്നെ വഴിപോക്കരുടെ മേലെ ആ മൊന്ത കൊണ്ട് പിന്നെ ഉപദ്രവിക്കണ, യുദ്ധം ചെയ്യുന്ന അങ്ങനെയുള്ള ആളെ എനിക്ക് അറിയേണ്ട ആഗ്രഹവും ഇല്ല എന്ന് പറഞ്ഞു. मेरी समझ में ही इज़ ए डेंजरस लूनाटिक यानी यह खतरनाक पागल है. അപ്പോൾ ഈ ഇംഗ്ലീഷുകാരൻ എന്താ പറയുക? മേരി സമജ് മേ ഞാൻ മനസ്സിലാക്കിയത്തോളം കൊണ്ട് ഹി ഈസ് എ ഡേഞ്ചറസ് ലൂനാറ്റിക്. ഇദ്ദേഹം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ലുനാറ്റിക് ആണ്. അതിൻ്റെ അർത്ഥം അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് യാനി. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഖത്തർനാക്ക് പാഗൽ ഹെ, ഒരു ഡേഞ്ചർ ആയിട്ടുള്ള. ഖത്തർനാക്ക് എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ അറിയാലോ. പാഗൽ ഹെ ഒരു ഭ്രാന്തനാണ്. നഹി മേരി സമജ് മേ ഹി
मेरी समझ में ही ഈസ് എ ഡേഞ്ചറസ് ക്രിമിനൽ. പറയണത് അല്ലല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇദ്ദേഹം എന്താണ്, ഒരു ക്രിമിനലാണ്, ഒരു ഡേഞ്ചറസ് ക്രിമിനലാണ്. ക്രിമിനലിന് എന്താ പറയുന്നത്, മുജരിം എന്ന് ഹിന്ദിയിൽ പറയും. ഖത്തർനാക് ക്രിമിനൽ മുജരിം ഹെ എന്ന് പറഞ്ഞു. परमात्मा ने लाला झाऊलाल की आंखों को इस समय कहीं देखने के साथ खाने की भी शक्ति होती तो यह निश्चय है कि अब तक बिलवासी जी को वे अपनी आंखों से खा चुके होते. അപ്പം എന്താ പറയണത്, അപ്പോൾ പരമാത്മാനെ ഭഗവാന് ലാലാ ജാവുലാലിന് ആംഖോങ്കോ, ലാലാ ജാവുലാലിൻ്റെ കണ്ണുകൾക്ക്, ഭഗവാൻ ലാലാ ജാവുലാലിൻ്റെ കണ്ണുകൾക്ക് ഈ സമയത്ത് കഹി ദേഖ്നേക്കെ സാത്ത്, നോക്കുന്നതിൻ്റെ കൂടാതെ, കണ്ണുകൾ കൊണ്ട് എന്താ ചെയ്യുക, നമ്മൾ നോക്കുക, അത് ഖാനേക്കെ ബി ശക്തി ദേദിത്തു, തിന്നാനുള്ള ശക്തിയും കൂടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചയ, ഇത് പക്കാണ്, ഇത് നിശ്ചയമാണ്. എന്താ സംഭവിക്കാൻ പോണത്, അബ് തക് ബിൽവാസി ജി കോ വേ അപ്നി ആംഖോ സെ കാ ചുക്കേ ഹോത്തെ. ഇപ്പോൾ അവർക്ക് എന്താണ്, ബിൽവാസി ജിയെ, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ പിടിച്ച് കണ്ണുകൊണ്ട് തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്. കണ്ണുകൊണ്ട് കാണാൻ മാത്രമല്ല തിന്നാനുള്ള കഴിവും കൂടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിൽവാസിയെ പിടിച്ച് തിന്നുണ്ടാവും കണ്ണുകൊണ്ട്. പറഞ്ഞാൽ നോക്കി ദഹിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് പറഞ്ഞത് എന്നാണ് പറയണത്. വേ കുച്ച് സമജ് നഹീ പാത്തെ ധേ കി ബിൽവാസി ജി കോ ഇസ് സമയ ക്യാ ഹോ ഗയാ ഹെ. അപ്പോൾ ആക്ച്വലി ഈ ഇംഗ്ലീഷുകാരൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഹീസ് എ ഡേഞ്ചറസ് ലൂണാറ്റിക് എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ ഒത്തു കൊടുക്കുകയല്ലേ പിന്നെ ബിൽവാസി ജി, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇയാൾക്കൊന്നും മനസ്സിലാവണില്ല. വേ കുച്ച് സമജ് നഹീ ഈ ലാലാ ജാവുലാലിനൊന്നും മനസ്സിലാവണില്ല, ഈ ബിൽവാസി എന്താ സമയത്ത് ഇങ്ങനെ പെരുമാറണമെന്ന് ഒന്നും മനസ്സിലാവണില്ല, അത് എന്തൊക്കെയാണ് സംഭവിക്കണമെന്നൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല. സാഹബ് നെ ബിൽവാസി ജി സെ പൂച്ച तो क्या करना चाहिए. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരൻ ചോദിച്ചു, ബിൽവാസിജിയുടെ അടുത്ത് ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. पुलिस में इस मामले की रिपोर्ट कर दीजिए जिससे यह आदमी फ़ौरन हिरासत में ले लिया जाए. അപ്പോൾ ഇംഗ്ലീഷുകാരൻ ചോദിച്ചുവല്ലോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മറുപടി പറയാണ്, പോലീസ് മേ ഇസ് മാമലേക്ക് റിപ്പോർട്ട് കർ ദീജിയെ, പോലീസിൽ ഈ കാര്യത്തിനെ പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യൂ. എന്നാൽ എന്താണ്, ജിസ്സേ യഹ് ആദ്മി ഫോറൻ ഹിരാസത്ത് മേ ലേ ലിയ ജായ്, ഹിരാസത്ത് എന്ന് പറഞ്ഞാൽ കസ്റ്റഡി കേട്ടോ. അപ്പോൾ എന്താണ് അപ്പോൾ സംഭവിക്കുക, ഈ മനുഷ്യനെ വേഗം പോലീസ് വന്നിട്ട് കസ്റ്റഡിയിലെടുക്കും, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഹേ കഹാ. അപ്പോൾ ഇയാൾ ചോദിച്ചു, അംഗ്രേസ് ബ്രിട്ടീഷുകാരൻ ചോദിച്ചു പോലീസ് സ്റ്റേഷൻ എവിടെയാണ്. പാസ് ഹി ഹേ ചലിയെ മേ ബത്താവും. അപ്പോൾ ബിൽവാസി പറഞ്ഞു, ബിൽവാസി മിസ്ർ പറഞ്ഞു, പാസ് ഹി ഹേ, അടുത്ത് തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം, വരൂ, ചലിയെ ഞാൻ മേ ബത്താവും, നടക്കൂ, ഞാൻ കാണിച്ചു തരാം, ചലിയെ നടക്കൂ. अभी आपकी इजाज़त हो तो पहले मैं इस लोटे को इस आदमी से खरीद लूँ. അപ്പോൾ ബിൽവാസി മിസ്ർ പറഞ്ഞു, ഇപ്പം നടക്കാം, ഇപ്പം പോവാം നമുക്ക്, നിങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ, ഇജാസത്ത് എന്ന് പറഞ്ഞ പെർമിഷൻ കേട്ടോ. ഇംഗ്ലീഷുകാരനോട് പറഞ്ഞു, നിങ്ങളുടെ സമ്മതം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ഞാൻ ഈ സ്ലോട്ടേക്കോ, ഈ മൊന്തേ ഇയാളുടെ അടുത്ത് നിന്ന്, ഈ മനുഷ്യരുടെ അടുത്ത് ഞാനൊന്ന് വാങ്ങിച്ചോട്ടെ, ഖരീദലു വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞു. ക്യോം ജി ബേച്ചോകെ. എന്നിട്ട് ചോദിച്ചു, ഈ ലാലാനെ നോക്കിയിട്ട്, ലാലാ ജാവുലാലിനെ നോക്കിയിട്ട് ചോദിച്ചു, ക്യോം ജി ബേച്ചോകെ, എന്താ അത് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. मैं 50 रुपये तक इसके दाम दे सकता हूँ. എന്നിട്ട് പറഞ്ഞു, ബിൽവാസി മിസ്ർ പറഞ്ഞു, ഞാൻ 50 രൂപ വരെ ഇതിൻ്റെ വില തരാൻ പറ്റും. അപ്പോൾ ലാലാ ജാവുലാൽ തു ചുപ് രഹേ പർ സാഹബ് നെ പൂച്ച. അപ്പോൾ ലാലാ ജാവുലാൽ മിണ്ടാണ്ടിരുന്നു, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പക്ഷേ ഈ ഇംഗ്ലീഷുകാരൻ ചോദിച്ചു, ഇസ് റദ്ദി ലോട്ടേക്ക് ആ 50 रुपये ക്യോം ദേ രഹേ ഹേ. റദ്ദി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കേട്ടോ, പഴയ സാധനങ്ങൾ, വേസ്റ്റ് പഴയ സാധനങ്ങളെ പറയണതാണ് പൊതുവെ. അപ്പോൾ പറഞ്ഞ ഈ പഴയ ലോട്ട, ഈ പഴയ മൊന്തയ്ക്ക് നിങ്ങളെന്തിനാ 50 രൂപ കൊടുക്കുന്നത് ഇയാൾക്ക് എന്ന് ഇംഗ്ലീഷുകാരൻ ചോദിച്ചു. അപ്പോൾ ഈ സ്ലോട്ടേക്കോ റദ്ദി ബത്താത്തെ ഹേ. അപ്പം പിന്നെ ബിൽവാസി മിസ്ർ പറഞ്ഞു, നിങ്ങൾ ഈ മൊന്ത എന്താ പഴയ റദ്ദി വേസ്റ്റാന്ന് പറയുന്നത്. ആശ്ചര്യം മേ തോ ആപ്കോ ഏക് വിജ്ഞ और സുശിക്ഷിത് ആദ്മി സമജ്താ താ. ഞാൻ നിങ്ങളെ ഒരു വിജ്ഞ എന്ന് പറഞ്ഞ ഒരു അറിവുള്ള സുശിക്ഷിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വെൽ എഡ്യൂക്കേറ്റഡ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു അറിവുള്ളതും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്ന് ബിൽവാസി മിസ്ർ പറഞ്ഞു. ആരോടെ പറഞ്ഞത്, ഈ ഇംഗ്ലീഷുകാരനോട് പറഞ്ഞു. ആഖിർ ബാത് ക്യാ ഹേ കുച്ച് ബത്തായിയെ ബി. അറ്റ് ലാസ്റ്റ് എന്താ കാര്യം ഒന്ന് പറയൂ എന്ന് പറഞ്ഞു ഇയാൾക്കൊന്നും മനസ്സിലാവണില്ല, ആർക്കും ഒന്നും മനസ്സിലാവണില്ല സത്യം പറഞ്ഞാൽ അല്ലേ. ജനാബ് യഹ് ഏക് ऐतिहासिक ലോട്ട ജാൻ പड़ता है. ജനാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്,
നമ്മൾ സാർ എന്നൊക്കെ പറയില്ലേ, അതിനാണ് ജനാബ് എന്ന് ഹിന്ദിയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞ സാർ ഇതൊരു ഐതിഹാസിക് പറഞ്ഞ ഹിസ്റ്ററി ഒരു മൊന്ത എനിക്ക് അറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. ബിൽവാസി മിസ്ർ പറഞ്ഞു ഐതിഹാസിക് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ അല്ലേ, ഹിസ്റ്ററിക് ആയിട്ടുള്ള അങ്ങനെ ഒരു മൊന്ത എന്നാണ് എനിക്കിത് അറിയാൻ കഴിയുന്നത്. ജാൻ ക്യാ പടുത്താ ഹേ മുझे പൂര വിശ്വാസ് ഹേ, അറിയാൻ കഴിയാൻ എന്താണ്, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതിൽ എന്ന് പറഞ്ഞു. यह सिद्ध अकबरी लोटा है जिसकी तलाश में संसार भर के म्यूजियम परेशान है. തലാഷ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. അപ്പോൾ പറയണത് ഇത് ആ പ്രസിദ്ധമായിട്ടുള്ള അക്ബറിൻ്റെ മൊന്തയാണ്, അക്ബറിൻ്റെ ലോട്ടയാണ്. ജിസ്കി തലാഷ്മേ അതിൻ്റെ അന്വേഷിച്ചിട്ടാണ് സംസാർ ഭർക്കെ മ്യൂസിയം പരേഷാൻ ഹേ, ലോകത്തുള്ള എല്ലാ മ്യൂസിയങ്ങളും പരേഷാൻ ഹേ, അവരെല്ലാവരും വളരെ പിന്നെന്താണ് ബുദ്ധിമുട്ടിലാണ്, ഇത് അന്വേഷിച്ചിട്ട് അവർക്ക് കിട്ടുന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ പറയുന്നത് ഇതാ അക്ബറിൻ്റെ മൊന്തയാണ്, ലോകത്തുള്ള എല്ലാ മ്യൂസിയങ്ങളും ഇതിനെ അന്വേഷിക്കുന്ന ഒരു വസ്തുവാണ് എന്നാണ് ഈ ബിൽവാസി മിസ്ർ പറഞ്ഞത് കേട്ടോ. യഹ് ബാത്ത്, ഇങ്ങനെയാണോ കാര്യം, ഇവരിതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും പൈസ കിട്ടണം അല്ലേ, ഒരു 250 രൂപ സമ്പാദിക്കണം എങ്ങനെയെങ്കിലും ജവഹർലാലിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ മെനഞ്ഞെടുക്കുന്നത്, ഇങ്ങനത്തുള്ള സൂത്രങ്ങളൊക്കെ കാണിക്കുന്നത് അല്ലേ. ജനാബ് 16वीं ശതാബ്ദി കി ബാത്ത്. അപ്പോൾ പറഞ്ഞു സാർ അത് 16ാം നൂറ്റാണ്ടിലെ ഒരു കാര്യമാണ്. ബാദ്ഷാ ഹുമയൂൺ ഷേർഷാഹ് സെ ഹാർക്കർ ഭാഗാത്ത. അപ്പോൾ ചക്രവർത്തി ഹുമയൂൺ എന്താണ് ഷേർഷാഹിൻ്റെ അടുത്ത് തോറ്റിട്ട് ഓടിപ്പോവുമായിരുന്നു. അപ്പം എന്തായി, ഓർ സിന്ധ് മേ മാറാ ഫിർ റഹാത്ത. സിന്ധ് പ്രദേശത്തുള്ള രേഗിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഡെസേർട്ടിൽ അവിടെ മാറാ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടോടുകൂടി ദുർദശ എന്നൊക്കെ പറയാം, അവിടെ കറങ്ങി നടക്കുമായിരുന്നു. ആരാണ്, ഹുമയൂൺ ഷേർഷാഹിൻ്റെ അടുത്ത് തോറ്റിട്ട് ആ സിന്ധ് പ്രദേശത്തുള്ള ഡെസേർട്ട് ഏരിയയിൽ അവിടെ വളരെ കഷ്ടപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുമായിരുന്നു. एक अवसर पर प्यास से उसकी जान निकल रही थी. അപ്പം എന്തായി, ഒരിക്കൽ അദ്ദേഹത്തിന് ഹുമയൂണിന് വളരെയധികം ദാഹിക്കുണ്ടായിരുന്നു. അപ്പം ദാഹിച്ച് അവശനായി, പ്രാണൻ പോകാറുള്ള പോലെ ആയിരുന്നു. അപ്പോൾ ഉസ് സമയ ഏക് ബ്രാഹ്മണനെ ഇസി ലോട്ടെ സെ പാനി പിലാക്കർ ഉസ്കി ജാൻ ബച്ചായി തീ. അപ്പോൾ ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ ഈ മൊന്തയിലാണ്, ഈ ലോട്ടയിലാണ് വെള്ളം കൊടുത്തിട്ട് ഹുമയൂണിന് വെള്ളം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചിരുന്നു. हुमायूं के बाद अकबर ने उस ब्राह्मण का पता लगाकर उससे इस लोटे को ले लिया और इसके बदले में उसे इसी प्रकार के 10 सोने के लोटे प्रदान किए. അപ്പം എന്താ പറയുന്നത്, ഹുമയൂൺ കെ ബാദ്, ഹുമയൂൺ ആരാണ്, അക്ബർ ഹുമയൂൺ തമ്മിലുള്ള റിലേഷൻ അറിയാമല്ലോ, അക്ബറിൻ്റെ അച്ഛനല്ലേ ഹുമയൂണിൻ്റെ മകനാണ് അക്ബർ. അപ്പോൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ. അപ്പം എന്ത് ചെയ്ത് ഹുമയൂണിൻ്റെ അക്ബർ എന്ത് ചെയ്ത് ആ ബ്രാഹ്മണനെ കണ്ടുപിടിച്ച് പത്താ ലഗാക്കർ എവിടുന്നോ കണ്ടുപിടിച്ച് അയാളുടെ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഈ ഈ ലോട്ട വാങ്ങിച്ചു. എന്നിട്ട് അതിന് പകരം ഈ വെള്ളം കൊടുത്ത ലോട്ട ഉണ്ടല്ലോ അത് വാങ്ങിച്ച് അതിന് പകരം എന്ത് ചെയ്ത് 10 ഇസി പ്രകാരക്ക് 10 സോനയ്ക്ക് ലോട്ടെ പ്രദാൻ കിയെ. ഇതേപോലുള്ള 10 സ്വർണത്തിൻ്റെ മൊന്തകളെ ഈ ബ്രാഹ്മണന് അതിന് പകരമായിട്ട് തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ ലോട്ട സമ്രാട്ട് ഓ ബഹുത് പ്യാരാ താ. അപ്പോൾ സമ്രാട്ട് അക്ബറിന് ഈ ലോട്ട വളരെ ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഈ ഇതിലായിരുന്നില്ലേ വെള്ളം കൊടുത്ത് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ഇസി സേ ഇസ്കാ നാം അക്ബരി ലോട്ട പട. അപ്പം തൊട്ടിട്ട് ഈ ലോട്ടയ്ക്ക് എന്താണ് അക്ബരി ലോട്ട എന്ന് പേര് വന്നു. വഹ ബറാബർ ഇസി സേ വജു കർത്താത്ത. അപ്പോൾ എന്താണ് ബറാബർ എന്നും ഇതിലായിരുന്നു വജു കർണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമാസൊക്കെ പഠിക്കില്ലേ മുസ്ലിംസ്, അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് കൈകാലൊക്കെ കഴുകില്ലേ, അതിനാണ് മെയിനായിട്ട് വജു എന്ന് പറയുക. അപ്പോൾ അങ്ങനെ കൈകാലൊക്കെ കഴുകാൻ ഈ ലോട്ടയാണ് അക്ബർ എപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. सन 57 തക്ക് ഇസ്കെ ഷാഹി ഘരാനെ മേ രഹനെ കാ പത്താ ഹെ. 57 വർഷം വരെയൊക്കെ എന്താണ് ഈ ലോട്ട അത് ഷാഹി ഘരാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ചക്രവർത്തിമാരെ സാമ്രാട്ടുകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ചക്രവർത്തികളുടെ ആ വീട്ടിൽ ഉണ്ടായിരുന്നു ഒക്കെയാണ് കേട്ടുകേൾവി എന്നാണ് പറയണത്. രഹനെ കാ പത്താ ഹെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പർ ഇസ്കെ ബാദ് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ലാപ്പത്ത ഹോ ഗയ, അത് മിസ്സിങ് ആണ്. ലാപ്പത്ത എന്ന് പറഞ്ഞാൽ മിസ്സിങ്, അത് കാണാണ്ടായി, ലോട്ട കാണാതായി.
കൽക്കത്ത के म्यूजियम में इसका प्लास्टर का मॉडल रखा हुआ है. പറയുന്നത് കൽക്കത്തയിലെ മ്യൂസിയത്തിൽ ഇതേപോലത്തെ പ്ലാസ്റ്ററിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ട് ഇതേ ലോട്ടയുടെ മോഡൽ പ്ലാസ്റ്റർ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പता नहीं ये लोटा इस आदमी के पास कैसे आया. എങ്ങനെയാണാവോ ഈ മനുഷ്യൻ്റെ അടുത്ത് ഈ ലോട്ട എങ്ങനെ വന്നെന്നറിയില്ല. മ്യൂസിയം വാലോം കോ പത്താ ചലേ തോ ഫാൻസി ദാം ദേക്കർ ഖരീദ് ലേ ജായേ. അപ്പോൾ എന്താ പറയുക, മ്യൂസിയത്തിലെ ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെത്ര പൈസ ചോദിച്ചാലും കൊടുക്കും. അത്ര പൈസയും കൊടുത്തിട്ട് അവർ ഇത് തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. ഫാൻസി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ വേർഡ് തന്നെയാണ് കേട്ടോ. ഫാൻസി എന്ന് പറയില്ലേ, FANCY, അത് പറഞ്ഞാൽ ഫാൻസി നമ്പർ എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ എളുപ്പം പറഞ്ഞാൽ ഓർമ്മിക്കാൻ എളുപ്പമുള്ള നമ്പറുകളൊക്കെ നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിക്കില്ല, അതുപോലെ അതിൻ്റെ അർത്ഥം എത്ര പൈസ വേണമെന്നുണ്ടെങ്കിലും എത്ര വില വേണമെങ്കിലും കൊടുത്ത് ഈ ലോട്ട അവർ തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകും മ്യൂസിയംകാർ എന്നാണ് പറയുന്നത്. इस विवरण को सुनते सुनते साहब की आंखों पर लोभ और आश्चर्य का ऐसा प्रभाव पड़ा कि वे कौड़ी के आकार से बढ़कर पकौड़ी के आकार की हो गई. ഈ വിവരണം, ഈ എക്സ്പ്ലനേഷനൊക്കെ കേട്ട് കേട്ട് ആ ഇംഗ്ലീഷുകാരൻ്റെ കണ്ണിൽ ഒരു ലോഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ആഗ്രഹം, അത്യാഗ്രഹം എന്നും പറയാം, ആഗ്രഹവും ആശ്ചര്യമൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് വന്നു. അതിൻ്റെ ഏസാ പ്രഭാവപ്പെട, അതിൻ്റെ എങ്ങനെ എഫക്റ്റ് ആയത്, അത് കീവേ കോടിക്ക് ആകാർ സെ ബഡ്കർ പക്കോടിക്ക് ആകാർ കി ഹോ ഗയി എന്ന് പറഞ്ഞാൽ എന്താണ്, കോടി എന്ന് പറഞ്ഞാൽ പെന്നി, PENNY, നയാ പൈസ എന്ന് പറയില്ലേ, അത് അതിൻ്റെ ഷേപ്പിൽ നിന്ന് അത് എവിടെ എത്തി, പൊക്കോടിയുടെ ഷേപ്പിലെത്തി എന്നാണ് പറയണത്. അതിൻ്റെ അർത്ഥം നയാ പൈസ പറഞ്ഞാൽ ഒന്നുമില്ല, ചെറുത്, പൊക്കോടി പറഞ്ഞാൽ വലുത്. അപ്പോൾ ഇതിന്ന് അവിടെ വരെ എത്തി എന്ന് പറഞ്ഞാൽ കൂടി വന്നു, അയാളുടെ ആശ്ചര്യ ആഗ്രഹമൊക്കെ കൂടി വന്നു എന്നതിൻ്റെ അർത്ഥം. उसने बिलवासी जी से पूछा तो आप इस लोटे का क्या करिएगा. അപ്പോൾ അദ്ദേഹം ബിൽവാസിയുടെ അടുത്ത് ചോദിച്ചു, അപ്പം നിങ്ങൾ ഈ ലോട്ട എന്താ ചെയ്യാൻ പോകുന്നത് ഇനിയും. മുझे पुरानी और ऐतिहासिक चीज़ों के संग्रह का शौक है. അപ്പോൾ ബിൽവാസി ജി പറഞ്ഞു, എനിക്ക് പഴയ ഇതും പിന്നെന്താണ് ഹിസ്റ്ററിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ഷൻ ചെയ്യണ വളരെ ഇൻട്രസ്റ്റാണ്. ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, എനിക്ക് വളരെ ഷോക്കാണ്, എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ എന്ന് ബിൽവാസി മിശ്ര പറഞ്ഞു. മുझे भी पुरानी और ऐतिहासिक चीज़ों का संग्रह करने का शौक है. അപ്പോൾ ഈ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു, എനിക്ക് ഇതുപോലുള്ള പഴയതും പിന്നെ ഹിസ്റ്ററിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ഷൻ എനിക്കും വലിയ ഇഷ്ടമാണ്, ഞാനും ഇതൊക്കെ കളക്ട് ചെയ്യാറുണ്ട് എന്ന് ഇദ്ദേഹം പറഞ്ഞു. ജിസ് സമയ ഈ ലോട്ട മേരെ ഊപ്പർ ഗിരാത്ത, ഈ ലോട്ട എൻ്റെ മേലെ വീണ സമയത്ത്, എപ്പോൾ ഈ ലോട്ട എൻ്റെ മേലെ വീണുണ്ടായിരുന്നോ ആ സമയത്ത്, ഉസ് സമയ മേ യഹി കർ റഹാ താ, ഞാൻ ഇതന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ്, ഉസ് ദുക്കാൻ സെ, ആ ഷോപ്പിൽ നിന്ന് പീത്തൽ കി കുച്ച് പുരാനി മൂർത്തിയെ ഖരീദ് രഹാ താ, പിച്ചളയുടെ കുറച്ച് പഴയ മൂർത്തികൾ വാങ്ങിക്കായിരുന്നു ഞാൻ ആ സമയത്ത് എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു, ഈ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു. ലോട്ട മെഹി ഖരീദ് ലൂങ്ക. അപ്പോൾ പറഞ്ഞു, ഇല്ല എന്ത് തന്നെ ആയാലും ശരി, ലോട്ട ഞാൻ തന്നെ വാങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ ആര് പറഞ്ഞു, ബിൽവാസി ജി പറഞ്ഞു. അപ്പോൾ വാ ആപ് കേസെ ഖരീദേങ്കെ, മേ ഖരീദൂങ്ക, യെ മേരാ ഹക്ക്. നിങ്ങളെങ്ങനെ വാങ്ങും, അത് ഞാൻ വാങ്ങും, ഇത് എൻ്റെ ഹക്കാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ്സ്, എൻ്റെ അധികാരമാണിത്. ഹക്ക് അധികാരോ, ജറൂർ ഹക്ക്, ശരി തീർച്ചയായിട്ടും റൈറ്റ്സ് ഉണ്ട് എനിക്ക്. യേ ബതായിയെ കി ഇസ് ലോട്ടേക്ക് പാനി സെ അപ്നെ സ്നാൻ കിയായ മേനെ. അപ്പോൾ ഈ ഇംഗ്ലീഷുകാരൻ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ഇത് പറയൂ എന്തായാലും, ബത്തായി ഇത് പറയാമോ, ഈ ലോട്ടയുടെ വെള്ളത്തിൽ ആപ്നെ സ്നാൻ കിയാ യാ മേനെ, നിങ്ങളാണോ കുളിച്ചത് അത് ഞാനാണോ. അപ്പോൾ ബിൽവാസി ജി പറഞ്ഞു, ആപ്നെ, നിങ്ങൾ തന്നെയാണ്. വഹ ആപ്കെ പേരോം പർ ഗിര യാ മേരെ, നിങ്ങളുടെ കാലിലോ വീണത് അതോ എൻ്റെയോ. ആപ്കെ, അപ്പോൾ ബിൽവാസി മിശ്ര പറഞ്ഞു, നിങ്ങളുടെ അങ്കൂട്ട ഉസ്നെ ആപ്കാ ഭുർത്ത കിയ യാ മേര, അത് വിരൽ ആരുടെയാണോ, ഭുർത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭുർത്താക്കരണ പറഞ്ഞെങ്കിൽ ഇങ്ങനെ അമരില്ലേ, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ മേലെ വീണാൽ നശിങ്ക എന്നൊക്കെ പറയില്ല, അങ്ങനെ ആരുടെ വിരലാണ് നശിങ്ങിപ്പോയത്, നിങ്ങളുടെയാണോ അതോ എൻ്റെയാണോ, ആപ്ക നിങ്ങളുടെ. അപ്പോൾ ഇസ്ലിയെ ഉസ്സെ ഖരീദ്നെ കാ ഹക്ക് മേരാ ഹെ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അത് വാങ്ങിക്കാനുള്ള അധികാരം, അതിൻ്റെ റൈറ്റ്സ് എനിക്കാണ് എന്ന് ഈ ഇംഗ്ലീഷുകാരൻ പറഞ്ഞു. യേ സബ് ബക്വാസ് ഹെ, ദാം ലഗായിയെ, ജോ അധിക് ദേ വഹ ലേ ജായ്. അപ്പോൾ ബിൽവാസി ജി പറഞ്ഞു, ഇതൊക്കെ ബക്വാസാണ്. ഇതൊക്കെ ബക്വാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺസെൻസ്, അസംബന്ധം എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ, അങ്ങനെ ഇതൊക്കെ ബക്വാസ്, ഇതൊക്കെ നോൺസെൻസാണ്.
ദാം ലഗേ നിങ്ങൾ വില പറയും എന്തായാലും. ജോ അധിക് ദേ ആദ്യം ആര് അധികം വില കൊടുക്കുമോ വഹ ലേ ജായ് അവർക്ക് കൊണ്ടുപോകാം ഇത്. യഹി സഹി എന്നാൽ അത് തന്നെ ശരി എന്ന് പറഞ്ഞു ഇയാളും. ആപ്പ് ഇസ്കാ 50 रुपये ലഗാ രഹേ തേ മേ 100 ദേത്താ ഹൂം. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരൻ എന്താ പറഞ്ഞത്, നിങ്ങളിതിന് 50 രൂപയല്ലേ പറയുണ്ടായിരുന്നത്, ഞാനിതിന് 100 രൂപ തരാം. मैं 150 देता हूँ. അപ്പോൾ ബിൽവാസി ജി പറഞ്ഞു ഞാൻ 150 തരാം. അപ്പോൾ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു मैं 200 देता हूँ, ഞാൻ 200 തരാം. അപ്പോൾ അജി मैं 250 देता हूँ. അപ്പോൾ പറഞ്ഞു ഞാൻ 250 തരാം. यह कहकर बिलवासी जी ने 250 के नोट लाला ജവഹർലാൽ के आगे फेंक दिया. ബിൽവാസി ജി പറഞ്ഞു ഞാൻ 250 തരാം ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞ് ഒരു 250 രൂപ എടുത്തിട്ട് അതിൻ്റെ നോട്ട് എടുത്തിട്ട് ജവഹർലാലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. സാഹബ് കോ ഭി താവ് ആഗ്യ. അങ്ങേർക്കും അപ്പം എന്തായി താവ് ആഗ്യ. താവ് എന്ന് പറഞ്ഞ രോഷം, ഭയങ്കര ഒരു അഹങ്കാരം, ഒരു രോഷം കൂടിയിട്ടൊക്കെ ഒരു ഭാവം. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ പറഞ്ഞു ഉസ്നെ കഹ ആപ് 250 ദേത്തെ ഹേ, നിങ്ങൾ 250 രൂപയാണ് കൊടുക്കുന്നത്. തുമേ 500 ദേത്താ ഹോ അബ് ചലി, ഞാനപ്പോൾ 500 രൂപ തരാം. ഇനി നോക്കട്ടെ. അപ്പോൾ ബിൽവാസി ജി അഫ്സോസ് കെ സാത്ത് അപ്നെ റുപയെ ഉഠാനെ ലഗെ. അഫ്സോസ് എന്ന് വെച്ചാൽ റിഗ്രറ്റ് കേട്ടോ, ഖേദം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ബിൽവാസി ജിക്ക് വളരെ ഖേദത്തോട് കൂടിയിട്ട് എന്ത് ചെയ്ത് അപ്നെ റുപ്പയെ ഉഠാനില്ലേ, അവരുടെ പൈസ 250 രൂപ എറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിനെ എടുത്തു. അപ്പോൾ അത് എടുക്കാൻ തുടങ്ങി. മാനോ അപ്നി ആശാവോं की लाश उठा रहे हो. ആശാവും കി ലാഷ് ഉഠാന പറഞ്ഞാൽ അതൊരു ഈഡിയമാണ് കേട്ടോ. അതിൻ്റെ അർത്ഥമാണ് വളരെ നിരാശപ്പെടുക, ഡിസപ്പോയിൻ്റ് ആവുക, ഒരുപാട് ഡിസപ്പോയിൻ്റ് ആവുക. ഹിന്ദിയിൽ ബഹുത് നിരാശ് ഹോന എന്ന് തന്നെ പറയാം. ബഹുത് നിരാശ് ഹോന പറഞ്ഞാൽ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ഫെയിൽ ആവുകയൊക്കെ ചെയ്യില്ലേ, അപ്പോൾ വളരെ നിരാശപ്പെടില്ലേ, അതാണ് അതിൻ്റെ അർത്ഥം. ആശാവും കി ലാഷ് ഉഠാന കേട്ടോ. ലാഷ് എന്ന് വെച്ചാൽ എന്താണ്, ഡെഡ് ആശകളുടെ ഡെഡ് ബോഡി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആശകളുടെ ഡെഡ് ബോഡി പറഞ്ഞാൽ ആശ നശിക്കുക, അതുതന്നെയാണ് ഡിസപ്പോയിൻ്റ് ആവുക. സാഹബ് കി ഓർ ദേക്കർ ഉന്നോനെ കഹ, ആ ഇംഗ്ലീഷുകാരനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ലോട്ട ആപ്കാ ഹുവ, വളരെ നിരാശയൊക്കെ പോലെയൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ ആക്ടിങ് കാണിക്കണേ പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് പറഞ്ഞു ലോട്ട ആപ്കാ ഹുവ, ദാ ലോട്ട നിങ്ങളുടെ ആയിക്കഴിഞ്ഞു, ഇനി ലേ ജായേ, ഇതിനെ കൊണ്ടുപോയിക്കോളൂ. ഇനി മേരെ പാസ് 250 സെ അധിക് നഹി ഹെ, എൻ്റെ അടുത്ത് 250 രൂപയിൽ കൂടുതലില്ല, ഇനി അപ്പം നിങ്ങളുടെ ലോട്ട അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ബിൽവാസി മിശ്ര പറഞ്ഞു. ആരുടെ അടുത്ത് പറഞ്ഞു? ഇംഗ്ലീഷുകാരൻ്റെ അടുത്ത് പറഞ്ഞു. यह सुनना था कि साहब के चेहरे पर പ്രസന്നത കി കുഞ്ചി ഗിർ ഗയി. ഇത് കേൾക്കണമായിരുന്നു. യഹ സുന്നാത്ത, ഇതായിരുന്നു കേൾക്കേണ്ടത്. സാഹബ് കി ചെഹരെ പർ, സാഹബ് അങ്ങയുടെ മുഖത്ത് പ്രസന്നത കി കൂഞ്ചി ഗിർ ഗയി. പ്രസന്നത കി കൂഞ്ചി ഗിർ ഗയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമായി, വളരെ സന്തോഷം കാണപ്പെട്ടു മുഖത്ത്. ആക്ച്വലി കൂഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീ ട്ടോ, കി ചാബി. കൂഞ്ചി എന്ന് പറഞ്ഞാൽ ചാബി, ഹിന്ദിയിലും ചാബി എന്ന് തന്നെയാണ് പറയുക. പ്രസന്നതാക്കി കൂഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷത്തിൻ്റെ ചാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുത് പ്രസन्न ഹോന, അല്ലെങ്കിൽ ബഹുത് ഖുഷി ഹോന, ഖുഷി ദിഖായി ദേന, ഇതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് കേൾക്കേണ്ട താമസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെ സന്തോഷം കാണാൻ പറ്റി. പിന്നെന്താണ്, ഉസ്നെ ഝപ്പട്കർ ലോട്ട ലിയ ഓർ ബുല. ഝപ്പട്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് അറ്റാക്ക് ചെയ്യണ പോലെ അങ്ങോട്ട് കുതിച്ച് കയറല്ല, അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ചെയ്യില്ലേ, എൻ്റെ ആണെന്നും പറഞ്ഞിട്ട് അത് വേഗം പോയി ആ ലോട്ട എടുത്തു. എന്നിട്ട് പറഞ്ഞു अब मैं हंसता हूँ अपने देश लौटूंगा. अब मैं हंसता हुआ अपने देश लौटूंगा. പറഞ്ഞു ഇനി ഞാൻ ചിരിച്ചുകൊണ്ട് എൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകണം, എൻ്റെ ദേശത്തേക്ക് ഞാൻ തിരിച്ചു പോകണം ചിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. മേജർ ഡഗ്ലസ് की डींग सुनते सुनते मेरे कान पक गए. ഡീങ്ക് മാറണ. ഡീങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്രാഗിങ്, BRAGGING പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പൊങ്ങച്ചം പറയാന്നൊക്കെ പറയില്ലേ. ബഡാ ചടാക്കർ ബാത് കർണ, ബഡ് ചടുക്കർ ബാത് കർണ എന്നൊക്കെ ഹിന്ദിയിൽ പറയാം. നമ്മൾ ലോക്കലായിട്ട് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തള്ള് എന്ന് പറയില്ലേ, തള്ള് അറിയാന്ന്, അത് തന്നെയാണ് ഡീങ്ക് മാറണ പറഞ്ഞ കേട്ടോ. അപ്പോൾ പറഞ്ഞു മേജർ ഡഗ്ലസ്, അതൊരാളാണ്. അപ്പോൾ മേജർ ഡഗ്ലസ് അദ്ദേഹത്തിൻ്റെ ഈ ഇങ്ങനെയുള്ള പിന്നെ ഡീങ്ക് ഭയങ്കര തള്ള് കേട്ട് മേരെ കാൻ പഗ്ഗെ, എൻ്റെ ചെവിയൊക്കെ പഗ്ഗെ പറഞ്ഞാൽ മതിയായി എന്ന് പറയില്ലേ, അതിന് തന്നെയാണ് പഗ്ഗെ എന്ന് പറഞ്ഞത്. അപ്പോൾ അയാളുടെ തള്ള് കേട്ട് എനിക്ക് മതിയായി.
മേജർ ഡഗ്ലസ് കോൺ ഹെ? അപ്പോൾ ചോദിച്ചു, ഈ പണ്ഡിറ്റ്ജി ചോദിച്ചു മേജർ ഡഗ്ലസ് ആരാണ്? അപ്പോൾ മേജർ ഡഗ്ലസ് മേരി പടോസി ഹെ. അദ്ദേഹം എൻ്റെ നൈബറാണ്. പടോസി പറഞ്ഞാൽ നൈബറാണ്. പുരാനി ചീസോं के संग्रह करने में मेरी उनकी होड़ रहती है. ഹോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഒരു കോമ്പറ്റീഷൻ പോലെ പറഞ്ഞാൽ ആര് കൂടുതൽ ചെയ്യുന്നൊക്കെ ഇല്ലേ, അങ്ങനെ ഷർത്ത് എന്ന് പറയും ഹിന്ദിയിൽ. ഷർത്ത്, ബാജി അല്ലെങ്കിൽ ബരാബരി കർണ എന്നൊക്കെ പറയാം. അങ്ങനെ അപ്പം മേജർ ഡഗ്ലസും പിന്നെ ഇദ്ദേഹവും ഇവർ രണ്ടുപേരും പുരാനി ചീസോं के संग्रहण करने में, പുരാനി ചീസോं के संग्रहण करने में എന്ന് പറഞ്ഞെങ്കിൽ പഴയ വസ്തുക്കൾ, ഇതുപോലത്തെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പഴയ ഐതിഹാസികമായിട്ടുള്ള വസ്തുക്കൾ കളക്ഷനിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ആരാ ചെയ്യുന്നുള്ള ഭയങ്കര കോമ്പറ്റീഷനാണെന്ന് പറഞ്ഞു. ഗത് വർഷ് വേ ഹിന്ദുസ്ഥാൻ ആയത്തെ. അയാൾ പോയ വർഷം ഹിന്ദുസ്ഥാനിൽ വന്നിരുന്നു. ഓർ യഹാ സേ ജഹാംഗീരി അണ്ട ലേ ഗേ തേ. എന്നിട്ട് എന്താണ്, ഇവിടുന്ന് ജഹാംഗീരി അണ്ട കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സാധനം ഉണ്ടാ, അങ്ങനെ ഒരു സാധനമൊന്നുമില്ല, വെറുതെ പറയുകയാണ്. ജഹാംഗീർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ പേര്. അണ്ട എന്ന് പറഞ്ഞാൽ മുട്ട. അതിപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. ജഹാംഗീരി അണ്ട ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു പോലും. അപ്പോൾ ജഹാംഗീരി അണ്ട, അപ്പോൾ ജഹാംഗീരി അണ്ടയോ, അതെന്താണ് ഇദ്ദേഹത്തിൻ്റെ ബിൽവാസി മിശ്ര അങ്ങനെ വല്ലാത്തൊരു ഇതോടെ പിന്നെ നോക്കി. हाँ जहांगीरी अंडा मेजर डगलस ने समझ रखा था कि हिंदुस्तान से वे ही अच्छी चीज़ें ले सकते हैं. ജഹാംഗീരി അണ്ട തന്നെയാണ്. അപ്പം മേജർ ഡഗ്ലസ് വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ഹിന്ദുസ്ഥാനിൽ നിന്ന് ഇതുപോലത്തുള്ള നല്ല നല്ല സാധനങ്ങൾ അയാൾക്ക് മാത്രമേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇപ്പം എനിക്കും കിട്ടി എന്നൊക്കെയാണ് അർത്ഥം. പർ ജഹാംഗീരി അണ്ട ഹേ ക്യാ? അപ്പോൾ ഇവർ ചോദിച്ചു ജഹാംഗീരി അണ്ട എന്ന് പറഞ്ഞാൽ എന്താ, അതെന്താ സാധനം ഇവർ ചോദിച്ചു. आप जानते होंगे कि एक कबूतर ने नूरजहाँ से जहांगीर का प्रेम कराया था. അപ്പോൾ ഇനി കഥ തുടങ്ങുകയാണ്. ജഹാംഗീരി അണ്ടയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്താ പറയണത്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം അത് ഹിന്ദുസ്ഥാനിലെ കഥയല്ലേ. കബൂത്തർ, ഒരു പ്രാവ്, നൂർജഹാനെ ജഹാംഗീറിനെയും രണ്ടുപേരെയും തമ്മിൽ അടുപ്പിച്ചു. അവർ രണ്ടുപേരും തമ്മിൽ പ്രേമിക്കാൻ തുടങ്ങി. പ്രേം കർവായാത്ത. പിന്നെന്താ, ഈ ജഹാംഗീർ के पूछने पर कि मेरा एक कबूतर तुमने कैसे उड़ जाने दिया. അപ്പോൾ ജഹാംഗീർ ചോദിച്ചു, അവരുടെ അടുത്ത് പ്രാവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നൂർജഹാൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ഒരു പ്രാവിനെ നീ എങ്ങനെയാണ് അതിനെ വിട്ടത്, അതിനെന്തിനാ പറക്കാൻ വിട്ടത് എന്ന് ചോദിച്ചു. एक कबूतर तुमने कैसे उड़ जाने दिया, അതിനെ എങ്ങനെയാണ് നീ പറക്കാൻ വിട്ടത് എന്ന് ചോദിച്ചപ്പോൾ ജഹാംഗീർ നൂർജഹാൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം എന്തായി, അപ്പം നൂർജഹാനെ ഉസ്കെ ദൂസരെ കബൂത്തർ കോ ഉടാക്കർ ബത്തായ. അപ്പം നൂർജഹാൻ എന്താ ചെയ്തത്, അതിൻ്റെ ഇനിയൊരു കബൂത്തറുണ്ട്, ഇനിയൊരു പ്രാവുണ്ട്, അതിനെയും പറപ്പിച്ച് വിട്ടിട്ട് കാണിച്ചു കൊടുത്തു. കി ഏസേ, ദാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. നമ്മളെന്തെങ്കിലും പൊട്ട് അതെങ്ങനെ പൊട്ടി ചോദിച്ചാൽ ഇനി ഒന്നും കൂടി പൊട്ടിച്ച് കാണിച്ചു തരണോ എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെ. അപ്പോൾ ഒരു പ്രാവ് പോയി, അപ്പോൾ അതിനെ എങ്ങനെയാണ് നീ പറപ്പിച്ച് വിട്ട് ചോദിച്ചപ്പോൾ ഇതാ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇനിയൊരു പ്രാവിനെയും കൂടി പറപ്പിച്ചിട്ട് കാണിച്ചു കൊടുത്തു. उसके इस भोलेपन पर जहांगीर दिलो जान से निछावर हो गया. ഭോലേപ്പൻ പറഞ്ഞാൽ ഇന്നൊസെൻ്റ് കേട്ടോ, നിഷ്കളങ്കമായ. ദിലോജാൻ എന്ന് പറഞ്ഞാൽ തന്മൻ എന്ന് പറയാം, പറഞ്ഞാൽ മനസ്സും ശരീരവും എല്ലാം. നിഛാവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്രിഫൈസ് ചെയ്യാം. അപ്പോൾ ഈ നിഷ്കളങ്കമായിട്ടുള്ള ഈ നൂർജഹാൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള ഈ സ്വഭാവം കണ്ടിട്ട് ജഹാംഗീർ തൻ മനസ്സെ നിച്ചാവർ ഹോ ഗയ. അപ്പോൾ മനസ്സും ശരീരവും എല്ലാം സാക്രിഫൈസ് ചെയ്തു. ആർക്ക്? നൂർജഹാന്. പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നൂർജഹാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. उसी क्षण से उसने अपने को നൂർജഹാൻ के हाथ कर लिया. ആ ക്ഷണം തൊട്ടിട്ട്, ആ സമയം തൊട്ടിട്ട് ജഹാംഗീർ സ്വന്തം അവരവരെ തന്നെ നൂർജഹാൻ के हाथ कर लिया, നൂർജഹാൻ്റെ ആയി മാറി. കബൂത്തർ കാ യഹ് എഹസാൻ വഹ നഹി ഭൂല. കബൂത്തറിൻ്റെ ഈ എഹസാൻ, ഈ കടപ്പാട്, ഈ ചെയ്തത് ഒരിക്കലും മറക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഈ പ്രാവിൻ്റെ കാരണമല്ലേ, കബൂത്തർ ഈ പ്രാവിൻ്റെ കാരണമല്ലേ ഇവർ രണ്ടുപേരും തമ്മിൽ അടുപ്പമായത്. അതിന് പ്രാവ് ഒരു കാരണമല്ലേ, അതാണ് പറയണത്. ഉസ്കെ ഏക് അണ്ടേക്കോ ബഡേ ജത്തൻ സെ റഖ് ചോട. ജത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സൂക്ഷിച്ചു വയ്ക്കാം. അപ്പോൾ ഉസ്കെ കണ്ടേക്കോ, അപ്പോൾ ഈ പ്രാവിൻ്റെ ഒരു മുട്ടയെ വളരെ സൂക്ഷിച്ച് വെച്ചു. പിന്നെ എന്താ ചെയ്തു, ഏക് ബില്ലോർ കി ഹാഡി മേ വഹ ഉസ്കെ സാമനെ ടംഗാ രഹതാ താ. ഹാഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ കാഞ്ച് കി ബോക്സ് അല്ലെങ്കിൽ കാഞ്ച് കി ഡബ്ബ എന്നൊക്കെ പറയാം. അപ്പോൾ ബില്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താ വെച്ചാൽ ഒരു എന്താ പറയുക, ഷൈനിങ് ഒക്കെ ഉള്ള വെള്ള കളറിൻ്റെ ഒരു ഗ്ലാസ്, ഒരു തരം ഗ്ലാസ്, നല്ല ഭംഗിയുള്ള ഒരു തരം ഗ്ലാസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒന്നുമില്ല, ഒരു ഗ്ലാസിൻ്റെ ഡബ്ബ എന്ന് അറിഞ്ഞാൽ മതി, അത്രയും മനസ്സിലാക്കിയാൽ മതി, ഇവിടെ അത്രേ ഉള്ളൂ.
ടങ്കാരാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാങ് ചെയ്യുക, പറഞ്ഞാൽ തൂക്കി വയ്ക്കുക. അപ്പോൾ എന്താണ്, ഈ മുട്ട ഒരു നല്ലൊരു ഗ്ലാസിൻ്റെ എന്തൊരു ഡബ്ബയിൽ വെച്ചിട്ട് അതിനെ അവിടെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. बाद में वही अंडा जहांगीरी ആയി പ്രസിദ്ധ हुआ. അപ്പോൾ ആ മുട്ട പിന്നീട് എന്തായി, ജഹാംഗീരി അണ്ട എന്നുള്ള പേരിൽ പ്രസിദ്ധമായി മാറി. उसी को मेजर डगलस ने पारसलाल दिल्ली में एक मुसलमान सज्जन से 300 रुपये में खरीदा. അപ്പോൾ എന്താ പറയണത്, ഈ മുട്ടയെ മേജർ ഡഗ്ലസ് ദില്ലിയിലുള്ള ഏതൊരു മുസ്ലിം സജ്ജന്, ഒരു നല്ല മനുഷ്യൻ്റെ അടുത്ത് നിന്ന് 300 രൂപയ്ക്ക് വാങ്ങിച്ചതായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ജഹാംഗീരി അണ്ടയുടെ കഥ കേട്ടോ. അപ്പം ആ കഥ അങ്ങനെ കഴിഞ്ഞു. യഹ് ബാത്ത്, ഓ ഇങ്ങനെയാണോ കാര്യങ്ങൾ. पर अब मेरे आगे दून की नहीं ले सकते. ധൂൻ കി നഹി ലേ സക്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധൂൻ കി ലേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു ഈഡിയമാണ് കേട്ടോ. അതിൻ്റെ അർത്ഥമാണ് ബോസ്റ്റിങ്, ബ്രാഗിങ്. നേരത്തെ പറഞ്ഞില്ലേ ബ്രാഗിങ്, അതേ തന്നെ സെയിം. പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പിന്നെ പുകഴ്ത്തി പറയുക, ഭയങ്കരമായിട്ട് വലുതാക്കി പറയുക, പുകഴ്ത്തി പറയുക, അത് തന്നെയാണ്. പറഞ്ഞാൽ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ബഡ് ചടക്കർ ബോൾന അല്ലെങ്കിൽ ബടാ ചടാക്കർ ബോൾന എന്നൊക്കെ പറയാം. ഡീങ്ക് മാറണ എന്ന് പറഞ്ഞില്ലേ നമ്മൾ മേലെ, അതേ തന്നെ അർത്ഥം. ധൂൻ കി ലേന എന്ന് പറഞ്ഞാൽ ആ ഈഡിയമിൻ്റെ അർത്ഥമാണ് ഡീങ്ക് മാറണ, പറഞ്ഞാൽ തള്ളു അറിയുക കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്, ഇപ്പം മേരെ ആകെ, ഇനി എൻ്റെ മുന്നിൽ ധൂൻ കി നഹി ലേ സക്തെ, മേജർ ഡഗ്ലസ്, ഇനി എൻ്റെ മുന്നിൽ ഇങ്ങനത്തുള്ള തള്ളു പറയാൻ പറ്റില്ല, ഇനി ഇങ്ങനെയൊന്നും ബോസ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം എനിക്കും ഈ ലോട്ട കിട്ടി, അക്ബറി ലോട്ട കിട്ടിയിട്ടുണ്ട്. മേരാ അക്ബറി ലോട്ട ഉൻകെ ജഹാംഗീരി അണ്ടേ സെ ഭി ഏക് പുഷ്ത് പുരാന ഹെ. എൻ്റെ അക്ബറി ലോട്ട അദ്ദേഹത്തിൻ്റെ ജഹാംഗീരി അണ്ടയെക്കാട്ടിലും ഒരു ജനറേഷൻ കൂടിയിട്ട് പഴയതാണ്. പുസ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ജനറേഷൻ വൈസ് ക്രമത്തിൽ പറയുന്ന സമയത്താണ്. അപ്പോൾ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കുറേ വർഷങ്ങൾ വരില്ലേ, 50, 60, 70 വർഷം വരില്ലേ. അപ്പോൾ ഇനിയൊരു ജനറേഷൻ പഴയതാണ് എൻ്റെ പിന്നെ ലോട്ട എന്ന് പറഞ്ഞു. ഇസ് റിസ്തേ സെ തോ ആപ്കാ ലോട്ട ഉസ് അണ്ടേ കാ ബാപ്പ് ഹുവ. അപ്പം ഈ ബന്ധം വെച്ച് നോക്കുന്ന സമയത്ത്, റിസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ആപ്കാ ലോട്ട, ഈ ലോട്ട ഉസ് അണ്ടേക്ക ബാപ്പ് ഹുവ, ഈ മൊന്ത എന്താണ്, മുട്ടയുടെ അച്ഛൻ്റെ സ്ഥാനമായി മാറി. ആ മുട്ടയുടെ അതിൻ്റെ അർത്ഥം എന്താണ്, ഹുമയൂണിൻ്റെ അക്ബറിൻ്റെ മകനാണ് ജഹാംഗീർ. അപ്പോൾ ഈ ലോട്ട ആരുടെയാണ്, ഹുമയൂണിൻ്റെയാണ്. അത് അക്ബറിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അക്ബറിൻ്റെ ശേഷം ജഹാംഗീർ, അക്ബറിൻ്റെ മകൻ ജഹാംഗീറിൻ്റെ ആയിരുന്നു ഈ അണ്ട. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് ഇനിയും കൂടി പഴയതല്ലേ ലോട്ട, അതാണ് ഉദ്ദേശം. साहब ने लाला झाऊलाल को 500 रुपये देकर अपनी राह ली. അപ്പോൾ ഈ ഇദ്ദേഹം എന്ത് ചെയ്ത്, ലാല ജാവുലാലിന് 500 രൂപ കൊടുത്ത് അപ്നി രാഹ്ലി, അവരുടെ വഴിക്ക് പോയി. ലാല ജാവുലാൽ ക ചെഹറ ഇസ് സമയം ദേഖ്തെ ബൻതാ താ. ലാല ജാവുലാലിൻ്റെ മുഖം ഈ സമയം കാണേണ്ടതായിരുന്നു, സന്തോഷം കൊണ്ടല്ലേ. जान पड़ता था कि मुँह पर 6 दिन की बड़ी हुई दाढ़ी का एक बाल मारे प्रसन्नता के लहरा रहा है. അപ്പം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, 6 दिन की ജാൻ പെടുത്താത്ത പറഞ്ഞാൽ അങ്ങനെ തോന്നുമായിരുന്നു. മുഹപ്പർ മുഖത്തിൽ, 6 दिन की बड़ी हुई दाढ़ी 6 ദിവസം കൊണ്ട് വളർന്നു വന്ന ആ താടിയിലെ മുടി, രോമം, ഏക് ഓരോരോ മുടിയും, ഏക് ബാൽ ഓരോരോ മുടിയും സന്തോഷം കൊണ്ട്, മാരെ പ്രസന്നതാക്കി സന്തോഷം കൊണ്ട്, ലഹരാ രഹാ ഹെ അങ്ങനെ ഇളകുകയായിരുന്നു. അതിൻ്റെ അർത്ഥം ഭയങ്കര സന്തോഷം കൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കുമെന്ന് പറയില്ലേ, അങ്ങനെ. കാരണം 7ാമത്തെ ദിവസം 250 രൂപ ഭാര്യയ്ക്ക് കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്, 6 ദിവസം കഴിഞ്ഞത് 7ാമത്തെ ദിവസമല്ലേ, അതാണ് 6 ദിവസം പറയണത് കേട്ടോ. ഇനി ഇവിടെ ജാവുലാലും ബിൽവാസി മിശ്രും ഇവർ രണ്ട് ഫ്രണ്ട്സും കൂടി സംസാരിക്കുന്നതാണ്. ഉനോനെ പൂച്ച, അദ്ദേഹം ചോദിച്ചു, ജാവുലാൽ ചോദിച്ചു ബിൽവാസിജിയോട്, ബിൽവാസി ജി മേരെ ലിയെ 250 रुपये घर से लेकर आए, ആപ്കെ പാസ് തോ ഥേ നഹി. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് 250 രൂപ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അതൊരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടിരിക്കണം അല്ലേ, ആശ്ചര്യത്തോടെ പറഞ്ഞു. പർ ആപ്കെ പാസ് തോ ഥേ നഹി, പക്ഷെ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ, ആദ്യം കടം ചോദിച്ചപ്പോൾ ഇല്ല എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇസ് ഭേദ് കോ മേരെ സിവായ മേര ഈശ്വർ ഹി ജാനത്താ ഹെ. അപ്പോൾ ബിൽവാസിജി പറഞ്ഞു, ഈ ഭേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് എന്ന് പറയും, പക്ഷേ ഇവിടെ രഹസ്യം കേട്ടോ, സീക്രട്ട്. ഈ രഹസ്യം എന്നെ കൂടാതെ, മേരെ സിഫായി എന്നത് എൻ്റെ ഈശ്വരന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു.
आप उसी से पूछ लीजिए, मैं नहीं बताऊंगा. ആ നിങ്ങൾ അവരുടെ അടുത്ത് തന്നെ ചോദിച്ചോളൂ, ഞാൻ പറയില്ല കാര്യം എന്താന്ന്. पर आप चले कहाँ? आप ശരി ശരി, പക്ഷെ നിങ്ങൾ എവിടേക്കാണ് പോണത്? അഭി മുझे आपसे काम है 2 घंटे तक. അപ്പോൾ ജവഹർലാൽ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് 2 മണിക്കൂർ പണിയുണ്ട് ഇനി. 2 घंटे तक 2 മണിക്കൂറോ? हाँ और क्या. പിന്നെന്താ? अभी मैं आपकी पीठ टोकर ശബാഷി दूंगा, 1 घंटा इसमें लगेगा. അപ്പോൾ പറയണത്, ഇപ്പം ഞാൻ നിങ്ങളുടെ മുതുകത്ത് അടിച്ച്, ടോക്കർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതുകത്ത് ഇങ്ങനെ അടിച്ചിട്ട് ശബാഷി പറയാം. നമ്മൾ വെരി ഗുഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. 1 घंटा इसमें लगेगा, 1 മണിക്കൂർ അതിനാവും. പിന്നെ फिर गले लगाकर धन्यवाद दूंगा, 1 घंटा इसमें भी लग जाएगा. പിന്നെന്താണ്? പിന്നെ ഗലെ ലഗാക്കർ ഹഗ് ചെയ്തിട്ട് ഞാൻ ധന്യവാദ് ദൂങ്ക, നന്ദി പറയും, അതിലും 1 മണിക്കൂറാവും. അച്ഛാ പെഹലെ 500 रुपये गिनकर सहेज लीजिए. പിന്നെന്താണ്? ശരി, എന്നാൽ ആദ്യം 500 രൂപ ഗിൻകർ, അത് എണ്ണി സഹേജ് ലീജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സൂക്ഷിച്ചു വെക്കാം. സൂക്ഷിച്ചു വെക്കും. रुपया अगर अपना हो तो उसे सहेजना एक ऐसा सुखद मनमोहक कार्य है कि മനുഷ്യ उस समय सहज में ही തന്മയത പ്രാപ്ത് കർ ലേता है. അപ്പോൾ പറയണത് എന്താണ്? റുപ്യ അഗർ അപ്ന ഹോ, പൈസ നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതും ഒരു ഒരു സുഖമായിട്ടുള്ള മൻമോഹക്ക്, മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അല്ലേ? പൈസയൊക്കെ നിറയെ കയ്യിലുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുക, അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ, നല്ലൊരു രസമല്ലേ. കി മനുഷ്യ ഉസ് സമയ സഹജ് മേ ഹി തന്മയത പ്രാപ്ത് കർ ലേത്തെ. അപ്പോൾ മനുഷ്യർ ആ സമയത്ത് എന്താണ്? ആ സൂക്ഷിച്ചു വെക്കുന്ന കാര്യത്തിൽ തന്നെയാണ് തന്മയത പ്രാപ്ത് കർ ലേത്തെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇൻവോൾവ് ആയി പോകും എന്നാണ് പറഞ്ഞത്. തന്മയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഗ്നഹോന എന്നാണ് ഉള്ളത്. അതിൽ തന്നെ നമ്മൾ ഇൻവോൾവ് ആയി പോകും. പറഞ്ഞാൽ അതിനെയൊക്കെ നന്നായിട്ട് വെക്കുന്ന അർത്ഥം. ലാല ജവഹർലാൽ ने अपने कार्य समाप्त करके ऊपर देखा. ലാല ജവഹർലാൽ അപ്പോൾ അവരുടെ കാര്യമൊക്കെ കഴിച്ച് മുകളിലേക്ക് നോക്കുമ്പോഴേക്കും എന്താണ്? പർബീൽവാസി ജി ഇസ് ബീച്ച് അന്തർധാൻ ഹോ ഗए. ആ സമയത്ത് ഇങ്ങയുടെ ഫ്രണ്ട് എന്താണ്? അവിടുന്ന് സ്ഥലം വിട്ടു. അന്തർധാൻ ഹോ ഗए എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസപ്പിയർ ആയി. അവിടുന്ന് ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ അദൃശ്യമായി, അല്ലെങ്കിൽ ഗായബ് ഹോ ഗए. ഗായബ് ഹോ ഗए എന്ന് പറഞ്ഞാൽ അവിടുന്ന് സ്ഥലം വിട്ടു. उस दिन रात्रि में बिलवासी जी को देर तक नींद नहीं आई. ആ ദിവസം രാത്രി, ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പോയ ദിവസം രാത്രി ബിൽവാസി ജിക്ക് കുറേ നേരം വരെ ഉറക്കം വന്നില്ല. വേ ചാദർ ലപേട്ടെ ചാർപ്പായി പർ പടേ രഹേ. ചാദർ എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ്, പുതപ്പ് ഇല്ല. ചാർപ്പായി എന്ന് പറഞ്ഞാൽ കട്ടിൽ, ലപേട്ന പറഞ്ഞാൽ അങ്ങനെ ചുറ്റുക. അങ്ങനെ പുതപ്പ് പൊതിച്ച് ആ കട്ടിലിൽ കുറേ നേരം അങ്ങനെ കിടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഉറക്കം വന്നില്ല. 1 बजे वे उठे. 1 മണിക്ക് രാത്രി എണീറ്റു. बहुत धीरे से सोई हुई पत्नी के गले से उन्होंने सोने की वह सिकड़ी निकाली जिसमें एक थाली बंधी हुई थी. धीरे പതുക്കെ, बहुत धीरे से വളരെ പതുക്കെ, अपनी सोई हुई पत्नी के गले से തങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ കഴുത്തിൽ നിന്ന് ഉന്നോനെ അദ്ദേഹം എന്താ ചെയ്ത്? സോനയ്ക്ക് വഹി സിക്കടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയിൻ കേട്ടോ. അപ്പോൾ സ്വർണത്തിൻ്റെ ചെയിന് അഴിച്ചു മാറ്റി. ജിസ്മേ എക് താലി ബന്ധി ഹുയി തി. അതിലെന്തായിരുന്നു? ഒരു ചാബി. താലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാബി, ഒരു ചാബി അതിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെയിനിൻ്റെ കൂട്ടത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. फिर उसके कमरे में जाकर उन्होंने उस थाली से संदूक खोला. പിന്നെന്താണ്? അവളുടെ റൂമിൽ പോയിട്ട് എന്താ ചെയ്തത്? ആ ചാബി കൊണ്ട് ഒരു സന്ദൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സ്, ആ ബോക്സ് തുറന്നു. ബോക്സ് പെട്ടി അത് തുറന്നു. उसमें 250 के नोट जोम के त्यों रख कर उन्होंने उसे बंद कर दिया. അപ്പോൾ 250 രൂപ അതിനകത്ത് വെച്ചു, ആ പെട്ടിയുടെ അകത്ത് വെച്ചിട്ട് ജോം കെ ത്യോം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന അതേപോലെ, ജैसे पहले था वैसे ही, പെഹലേക്ക് ജേസെ ഹി എന്ന് പറയാം. പെഹലെ ജേസെ അല്ലെങ്കിൽ ജേസെ പെഹലെ ഥ വൈസെ ഹി. ആദ്യം ഉണ്ടായിരുന്ന അതേമാതിരി, അതേപോലെ അതിനെ അതിൽ വെച്ചു പൈസ. എന്നിട്ട് ഉन्होंने उसे बंद कर दिया. എന്നിട്ട് ആ ബോക്സ് ബന്ദ് ചെയ്തു, ക്ലോസ് ചെയ്തു, अड़चू। फिर दबे पाँव लौटकर ताली को उन्होंने पूर्ववत अपनी पत्नी के गले में डाल दिया। दबे पाँव लौटकर, दबे पाँव लौटना പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ ശബ്ദം ഉണ്ടാക്കാണ്ട് വളരെ പതുക്കെ വന്ന് താലിക്കോ ചാബിയെ ഒന്നോനെ അദ്ദേഹം എന്താ ചെയ്ത് പൂർവവത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന അതേപോലെ ജിസ് പ്രകാർ പെഹലെ ഥ ആദ്യം ഉണ്ടായിരുന്ന അതേപോലെ തന്നെ പെഹലെ ഥ പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന അതേപോലെ അപ്പനി പത്നിക്ക് ഗല്ലേമേ ഡാൽ ദിയ അവരുടെ ഭാര്യയുടെ കഴുത്തിൽ ആ ചെയിനിൻ്റെ കൂടെ തൂക്കിയിട്ടു. ഇസ്കി ബാദ് ഉന്നോനെ ഹസ്കർ അങ്കടായിലി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അങ്കടായിലി അങ്കടായി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വലിഞ്ഞ് ഇങ്ങനെ ഒരു സുഖം തോന്നില്ലേ, ഒന്ന് ആശ്വാസം തോന്നില്ല, അതുപോലെ അങ്ങനെയൊക്കെ ഒന്ന് വലിഞ്ഞ് ചിരിച്ച് ഒന്ന് ആശ്വാസമായി.
ദൂസരെ ദിൻ സുബ 8 ബജെ തക് ചൈൻ കി നീന്ത് സോയെ. ആ പൈസ അവിടെ വെച്ചിട്ട് വന്നപ്പോൾ ഭയങ്കര ആശ്വാസമായി. പിന്നെ ദിവസം രാവിലെ 8 മണി വരെ നല്ല സമാധാനത്തോടെ കിടന്നുറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൈസ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ലാലാ ജവഹർലാൽ ചോദിച്ച സമയത്ത് എവിടെ നിന്നാണെന്ന് എനിക്കും ഭഗവാനും മാത്രം അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെ നിന്നാണ് വന്നത്? ഭാര്യയുടെ പൈസ എടുത്തിട്ട് പോയതായിരുന്നു അത്. അപ്പോൾ എല്ലാവർക്കും കഥ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം.